നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്ന് നമുക്കറിയാം, പാലക്കാട്ട് കൊട്ടിക്കലാശമാണ്. ഒരു മാസത്തോളം നീണ്ടുനിന്ന വലിയ പ്രചരണ കോലാഹലങ്ങൾ നടന്ന ഒരു മണ്ഡലം. അതായത് സാധാരണ ഉപതെരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നില്ല പാലക്കാട്ട് കഴിഞ്ഞ കുറേ നാളായി കാര്യങ്ങൾ. സരിൻ മുതൽ സന്ദീപ് വരെ ഉണ്ടായ അനവധി വിവാദങ്ങൾ. സംസ്ഥാനത്ത് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചൂട്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ മലക്കം മറിച്ചിൽ വലിയ ആഘോഷമാക്കിയിരിക്കുന്നു കോൺഗ്രസ്. പ്രതിരോധിക്കാൻ പാടുപെട്ട് BJPയും അതിനെ ആയുധമാക്കി CPMും ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു വലിയ പ്രചരണ കാലത്തിന് സമാപനമാവുകയാണ്. ഇനിയും വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. സ്ഥാനാർത്ഥികളുടെ, പാർട്ടികളുടെ, മുന്നണികളുടെ ചുമതല ഇന്ന്. നിശബ്ദ പ്രചരണം നാളെയാണ്. ഇന്നുകൂടി അവസാനിക്കുകയാണ്. ശബ്ദ പ്രചരണത്തിൻ്റെ കാര്യങ്ങൾ അവസാനിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണ ദിവസമാണ്. പിന്നീട് പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് ബുധനാഴ്ച നീങ്ങുകയാണ്. അതുപോലെയാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും. അവിടെയും വാശിയേറിയ പോരാട്ടമാണ്. ആർക്ക് വിജയം എന്ന് പ്രവചിക്കാനാവാത്ത മത്സരമാണ്. വലിയ മത്സരം നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, മഹാരാഷ്ട്രയും. നിരവധി വിവിധ സംസ്ഥാനങ്ങളായി ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലവും വരാനുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭീതിയിലാഴ്ത്തുന്ന കുറുവാ കള്ളന്മാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 14-അംഗ സംഘത്തിനായി പോലീസ് അന്വേഷിക്കുന്നു. ഇതിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആലപ്പുഴ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയുമാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ശബരിമല വിശേഷങ്ങളുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യമായി എടുക്കേണ്ടത് പാലക്കാട് തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് കൊട്ടിക്കലാശമാണ് പ്രചരണത്തിന്. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ട പ്രദർശനത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി ഇന്ന് കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. വൈകിട്ട് 4:30 മുതൽ 6:30 വരെ പാലക്കാട്ട് ഗതാഗത നിയന്ത്രണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് സമാപനമാകുന്ന പശ്ചാത്തലമാണ്. ശ്രീജിത്ത് അവിടെ എത്രയും പെട്ടെന്ന് എത്തും. അവിടെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി. വ്യാജ വോട്ടിൽ ഇന്ന് കളക്ടറേറ്റ് മാർച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത് ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യാജ വോട്ടിൽ കളക്ടറേറ്റ് മാർച്ച് LDFന്റെ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട ആരോപണവും LDF ഉയർത്തിയ പശ്ചാത്തലമുണ്ട്. ഈ കൂടുമാറ്റം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരും കോൺഗ്രസും ഒക്കെ പറഞ്ഞു വെച്ചത് കൂടുതൽ കൗൺസിലർമാർ അങ്ങോട്ടേക്ക് എത്തും. പാലക്കാട് നഗരസഭാ കൗൺസിലർമാരിൽ ചിലർ BJPയുടെ ഭാഗത്തു നിന്നുള്ളവർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ അതുണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകും എന്നതും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കൊട്ടിക്കലാശം വൈകിട്ട് 4 മണി മുതലാണ് 6 മണി വരെ. പാലക്കാട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ 3 മുന്നണികളും ചേർന്ന് ആവേശഭരിതമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഴയുടെ ഭീതിയുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുള്ള കൊട്ടിക്കലാശമാകും ഉണ്ടാവുക എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്. നമുക്ക് ശ്രീജിത്തിലേക്ക് പോകേണ്ടതുണ്ട് വളരെ പെട്ടെന്ന്. ശ്രീജിത്ത് അല്പസമയത്തിനകം ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് വല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. ഒരുപാട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി നൽകാൻ സാധിച്ച ഒരു കാലം കൂടിയായിരുന്നു. വിവാദങ്ങളുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു ഇത്. 3 മുന്നണികളിലും വിവാദങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. സരിൻ കോൺഗ്രസിൽ നിന്ന് വിട്ട് CPM സ്ഥാനാർത്ഥിയായി തുടങ്ങിയ വിവാദങ്ങൾ. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ സരിൻ മുതൽ ഏറ്റവും ഒടുവിൽ സന്ദീപ് വരെയുള്ള വിവാദങ്ങൾ എത്രത്തോളം തെരഞ്ഞെടുപ്പിനെ സജീവമാക്കിയെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീജിത്തിന് മനസ്സിലാകുന്ന പോലെ, നമ്മൾ നേരെ ചർച്ച ചെയ്തതുപോലെ സന്ദീപ് വാര്യർ എത്തി നിൽക്കുന്നു. ഇന്നും ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇന്നലെ BJPയുടെ കൗൺസിലർമാരൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് ദിവാസ്വപ്നം മാത്രമാണ് എന്നാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ BJP കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നോ ഈ അവസാന നിമിഷങ്ങളിൽ? പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല രഞ്ജിത്ത്. അത്രത്തോളം രാഷ്ട്രീയ നീക്കങ്ങൾ തുടക്കം മുതൽ കണ്ട സ്ഥലമാണ് പാലക്കാട്. ഇന്നും അതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് KC വേണുഗോപാൽ വന്നുകൊണ്ട് ഒരു മുതിർന്ന നേതാവിനെയും 9 കൗൺസിലർമാരെയും തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ കോടികൾ ചെലവാക്കി എത്തുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു എന്നാണ് കെ സുരേന്ദ്രൻ ഇന്നലെ ഏറ്റവും ഒടുവിൽ പറയുകയും ചെയ്തത്. അതായത് കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ
അത്തരം നീക്കങ്ങൾ ശക്തമാണ് എന്ന സൂചന കൂടിയാണ് BJP നൽകുന്നത്. അതിനിടെ പലതരത്തിൽ ഇതെല്ലാം അഭ്യൂഹങ്ങളായും പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിനെ BJP പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ട് എന്നുള്ള അഭ്യൂഹമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അടൂർ പ്രകാശിൻ്റെ പേരൊക്കെയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇതിലെന്ത് സംഭവിക്കും, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ അത്തരം നീക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. നേരത്തെ ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് CPM-ലേക്ക് എത്തും എന്നുള്ള അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് പിന്നീട് CPM കടന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അടിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് പാലക്കാട് തുടക്കം മുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഓരോന്നായി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും അവസാന മണിക്കൂറിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോലും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. അത്രത്തോളം തീവ്രമായ രാഷ്ട്രീയ പ്രചരണങ്ങളും കോലാഹലങ്ങളും വിവാദങ്ങളുമാണ് നടന്നിരിക്കുന്നത്. ഇന്ന് കൊട്ടിക്കലാശ ദിവസവും അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ശ്രീത്ത്, നമുക്കറിയാം എത്ര വിവാദങ്ങളായിരുന്നു. സരിൻ പാർട്ടി മാറി കോൺഗ്രസിൽ നിന്ന് വിട്ട് CPM-ൽ എത്തിയ സമയം മുതൽ തുടങ്ങിയ രാഷ്ട്രീയ വിവാദങ്ങൾ, ഏറ്റവും ഒടുവിൽ രാത്രി റെയ്ഡുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങൾ, സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം, അങ്ങനെ എത്രത്തോളം വിവാദങ്ങൾ. അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ആവേശക്കാഴ്ചകൾ പാലക്കാട് കണ്ടു. കാരണം പാലക്കാട് ഈ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രധാനമാണ്, ഒരുപോലെ വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. BJP ഈ സന്ദീപിൻ്റെ കൂറുമാറ്റത്തോട് അല്പമൊന്ന് പമ്മിയെങ്കിലും പക്ഷേ അവർ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. അങ്ങനെ ഈ വിവാദകാലത്തെ എങ്ങനെ നമുക്കൊന്ന് വിലയിരുത്താം, അത് എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം? വിവാദങ്ങളല്ല ഒരു വോട്ടറെയും സ്വാധീനിക്കുക എന്നാണ് ഈ വിവാദങ്ങൾ ഉണ്ടായ സമയത്തെല്ലാം ഓരോ മുന്നണിയും പ്രതികരിച്ചത്. കോൺഗ്രസും BJP-യും CPM-ഉം എല്ലാം അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാ മുന്നണിയിലെയും അനുകൂലമായും പ്രതികൂലവുമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ സരിൻ്റെ മുന്നണി മാറ്റമായിരുന്നു ആദ്യത്തെ ഷോക്കായി കോൺഗ്രസിനൊരു അടിയായി നൽകിയിരുന്നത്. തൊട്ട് പിന്നാലെ AK ഷാനിബിൻ്റെ മാറ്റം, അങ്ങനെ പ്രാദേശികമായുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ മാറ്റം, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫലത്തിൽ എതിർക്കുകയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തെ എതിർക്കുന്നു. VK ശ്രീകണ്ഠനും ഒപ്പം തന്നെ A തങ്കപ്പൻ, DCC അധ്യക്ഷൻ A തങ്കപ്പൻ ഉൾപ്പെടെയുള്ളവർക്കും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള അതൃപ്തി ഉണ്ട് എന്ന തരത്തിലായിരുന്നു ആ ഘട്ടത്തിലുള്ള പ്രചരണങ്ങളും രീതികളും. അതിന് പിന്നാലെ DCC-യുടെ കത്ത് വിവാദം പുറത്തു വന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചലനമായി മാറിയത്. അവിടെ K മുരളീധരൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. K മുരളീധരൻ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്ന് അടക്കമുള്ള കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി, ഇത് പറയാതെ പോകാൻ കഴിയില്ല, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് രാഹുൽ എത്തിയപ്പോൾ അവിടെ ചാണ്ടിയുമ്മൻ ഇല്ലാതിരുന്നത്. അങ്ങനെ ഗ്രൂപ്പ് രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം തിളച്ചു മറിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെയുള്ളത്. പക്ഷേ അതെല്ലാം മറികടക്കാൻ ഈ പെട്ടി വിവാദത്തോടെ, പാതിരാ റെയ്ഡ് വിവാദത്തോടെ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ അടക്കമുള്ള വിലയിരുത്തൽ. അങ്ങനെ ആ വിവാദം വരെ നീണ്ടു നിൽക്കുന്നു. ഇതിനിടയ്ക്ക് സ്പിരിറ്റ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ BJP-യിലും തുടക്കം മുതൽ പല പ്രശ്നങ്ങളും, മൂത്താൻതറയിലെ പ്രശ്നങ്ങൾ, മറ്റു പലരും സ്ഥാനാർത്ഥിയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വരാതിനെ തുടർന്നുള്ള പ്രചരണങ്ങൾ, ശോഭയുടെ ഫ്ലെക്സ് വെക്കുന്ന സാഹചര്യമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് സന്ദീപ് വാര്യർ പതുക്കെ ന്യൂസ് 18 ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും അന്ന് പുറത്തുവിട്ടത്. സന്ദീപിന് BJP നേതൃത്വത്തിലുള്ള പിണക്കം, ഒടുവിൽ RSSൻ്റെ ഇടപെടൽ അടക്കം നടത്തിയിട്ടും സന്ദീപ് തിരിച്ചു വരാത്തത്, അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകിയിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കുന്ന രാഷ്ട്രീയ നീക്കം വരെ രഞ്ജിത്ത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓരോ ദിവസവും വിവാദമായിരുന്നു. ഓരോ വിവാദത്തിനും 1-2 ദിവസത്തെ ആയുസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കോലാഹലമായതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളായിരിക്കില്ല ജനങ്ങളെ ബാധിക്കുക. അത് സാധാരണക്കാരെ ബാധിക്കുന്ന അവരുടെ ജീവിത പ്രശ്നങ്ങളായിരുന്നു. ഇവിടുത്തെ കാർഷിക മേഖലയുണ്ട്. ഈ നഗരസഭ അങ്ങോട്ട് വിട്ടാൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇപ്പോഴും നെല്ലിൻ്റെ പണം കിട്ടാത്ത മനുഷ്യരുണ്ട്. നെല്ല് ഏറ്റെടുക്കാത്ത സാഹചര്യങ്ങൾ പലയിടത്തുമുണ്ട്. അങ്ങനെ അത്തരം വിഷയങ്ങൾ അടക്കം വളരെ പ്രധാനപ്പെട്ട ചർച്ചയാകുന്നു. ട്രാക്ടർ റാലിയിലൂടെ കോൺഗ്രസും BJP-യും സംസ്ഥാന സർക്കാരിനെതിരെ പ്രചരണം നടത്തുന്നു. കോൺഗ്രസിൻ്റെ പ്രചരണം കേന്ദ്രത്തിനെതിരെ കൂടിയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും
വയനാടിന് എതിരെയുണ്ടായ അവഗണന എന്ന ആരോപണം CPM-ഉം ഒപ്പം തന്നെ കോൺഗ്രസും ഉന്നയിക്കുമ്പോൾ അതിനുമപ്പുറം തിരിച്ചടിയായി അത് സംസ്ഥാനം നൽകിയ രേഖകൾ കൃത്യമായ രേഖകൾ നൽകാത്തതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP-യുടെ മറുപടി. ഇതിനുമപ്പുറം ഏറ്റവും ഒടുവിൽ വിട്ടുപോയ ഒന്ന് ഇരട്ട വോട്ട് വിവാദമാണ്. ആ ഇരട്ട വോട്ട് വിവാദത്തിൽ ഇന്നും പ്രതിഷേധമുണ്ട്. CPIM-ന്റെ കളക്ട്രേറ്റ് മാർച്ച് ഇന്ന് നടക്കുകയാണ്. ഇരട്ട വോട്ട് സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ അടക്കമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പുറത്ത് കോൺഗ്രസും BJP അതിനെ പ്രതിരോധിച്ചപ്പോൾ BJP-യുടെ ജില്ലാ അധ്യക്ഷൻ അടക്കം ഇരട്ട വോട്ട് ഉണ്ട് എന്ന് പറയുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥൻ ഉണ്ട് എന്നുള്ള ആരോപണം VK ശ്രീകണ്ഠൻ ഉന്നയിച്ചെങ്കിലും തിരിച്ച് വെല്ലുവിളിയിലൂടെ അദ്ദേഹത്തിന് കോഴിക്കോടാണ് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് BJP സ്ഥാനാർത്ഥി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇരട്ട വോട്ട് ഇല്ലാതാക്കാൻ ഡിലീറ്റ് ചെയ്യാനുള്ള നടപടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏറ്റവും ഒടുവിൽ ഇനി തെരഞ്ഞെടുപ്പ് ദിവസം അതായിരിക്കും ഒരു പ്രധാന കോലാഹലമായി മാറാൻ സാധ്യത. തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലെത്തുന്ന വോട്ടർമാരെ വോട്ട് ചെയ്യിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയുള്ള നിലപാടാണ് CPM ഉൾപ്പെടെ സ്വീകരിക്കുന്ന. അത്തരത്തിലുള്ള പ്രതിഷേധവും ഇന്ന് നടത്തുകയും ചെയ്യുന്നു. എന്തായാലും വാർത്തകളാൽ സമ്പന്നമായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ്. അത് ഇവിടെ അവസാനിക്കുമെന്നോ ഇന്നത്തെ ഈ മണിക്കൂറിൽ അവസാനിക്കുമെന്നോ നമുക്ക് കരുതാനും വയ്യ. രഞ്ജിത്ത്, അതായത് ശ്രീജിത്ത്, നമുക്കറിയാം ഈ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഒരേപോലെ അവരുടെ മേഖലകളിൽ മെച്ചപ്പെട്ടവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ നിന്ന് അവിടെ വന്ന് മത്സരിച്ചു എന്ന് പറയുമ്പോഴും രാഹുൽ അവിടെ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. കൂടാതെ ഷാഫിയുടെ പിന്തുണ രാഹുലിനുണ്ട് എന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാം. നേതാക്കളെല്ലാവരും സതീഷിനടക്കം കൃത്യമായി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നയിച്ച പശ്ചാത്തലം രാഹുലുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ പ്രാദേശികമായി ഉണ്ടായിരുന്ന എതിർപ്പുകൾ ഒരു പരിധിവരെ അതിജീവിക്കാൻ ഒരുപക്ഷെ രാഹുലിന് സാധിച്ചിട്ടുണ്ടാവാം. മറുവശത്ത് സരിനെ സർവ സന്നാഹങ്ങളോടെയും CPM സ്വീകരിക്കുന്ന നമ്മൾ കണ്ടു. ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ് എങ്കിൽ പോലും സരിൻ്റെ പ്രൊഫഷണൽ മികവ്, സംസാരത്തിലുള്ള പ്രത്യേകതകൾ, ഒപ്പം പെട്ടെന്ന് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കഴിവ്, അതൊക്കെ CPM വളരെ കൃത്യമായി ഉപയോഗിക്കുകയും അവരുടെ സ്ഥാനാർത്ഥിയായി ഒട്ടും അസ്വാരസ്യങ്ങളില്ലാതെ അവർ എത്തിച്ചു. ഒപ്പം കൃഷ്ണകുമാർ ആകട്ടെ പ്രാദേശികമായി ഏറെ സ്വാധീനമുള്ളയാളും ആ പ്രദേശത്തിന് വളരെ കൃത്യമായി BJPക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളും. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കിയാൽ, മുന്നണികളുടെ പ്രചരണ തിളക്കം നോക്കിയാൽ പ്രവചിക്കാനാവില്ല ഒട്ടും ആരാണ് ജയിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു മുൻതൂക്കം ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഈ അവസാന ഘട്ടത്തിൽ പറയാനാകുമോ ശ്രീജിത്ത്? ഒരു തരത്തിലും അങ്ങനെ പറയാൻ കഴിയില്ല രഞ്ജിത്ത്. നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ UDF ജയിച്ചു കയറും എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ അടിയൊഴുക്കുകൾ ഏറ്റവും ശക്തമായി നടക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അത്രത്തോളം സോഷ്യൽ എഞ്ചിനീയറിംഗ് ഓരോ പാർട്ടിയും നടത്തിയൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നേരത്തെ പറഞ്ഞ പോലെ BJP CPM ഈ രണ്ട് ഫാക്ടറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പ്രാദേശികമായി സ്വാധീനമുള്ള BJP അവർ RSS താഴെത്തട്ടിൽ പണിയെടുത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. തൊട്ടിപ്പുറത്ത് സരിൻ്റെ കാര്യത്തിൽ പ്രൊഫഷണൽ മികവ് എന്ന നിലയിൽ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് അടുക്കാൻ സരിന് സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ CPM-ന് നേരത്തെ കിട്ടിയ വോട്ടുകൾ കൂടാതെ സരിന് വ്യക്തിപരമായും വോട്ടുകൾ സമാഹരിക്കുമെന്ന് CPM കരുതുന്നു. അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. അത്രത്തോളം പ്രചരണവും CPM മുൻകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള പ്രചരണവും പാലക്കാട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പുറമെ പല കാഴ്ചകളിലും എന്തെങ്കിലും ഒരു മുൻതൂക്കം പ്രവചിക്കാൻ കഴിഞ്ഞാൽ പോലും അങ്ങനെ മാത്രം നമുക്ക് പാലക്കാട്ടുകാരുടെ കണ്ണിൽ നോക്കി മാത്രം ഇതങ്ങനെ വിലയിരുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. അത്രത്തോളം സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായും നേരത്തെ VD സതീശൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഏതാണ്ട് മുഴുവൻ സമയവും ഇവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പുറത്ത് CPM-ന്റെ ഗോവിന്ദൻ മാഷ് പലതവണ വന്നു. അതിനപ്പുറത്തേക്ക് CPM-ന്റെ ഏതാണ്ട് എല്ലാ സംഘടനാ സംവിധാനവും ഇവിടെ കേന്ദ്രീകരിച്ച് നടന്നൊരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ അത് പലതരത്തിലുള്ള പല തെരഞ്ഞെടുപ്പുകളിലും CPM വോട്ട് ലഭിച്ചാണ് കോൺഗ്രസ് ജയിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ട്. പലരും തുറന്ന പരസ്യങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ CPM അത്രത്തോളം വോട്ട് സ്വന്തമായ നിലയിൽ പിടിച്ചാൽ പിന്നെ എങ്ങനെ രാഹുൽ ജയിക്കും? ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. ഇതൊരു ചോദ്യം മാത്രമാണ്. ഇങ്ങനെ പല ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാണ്.
ഇപ്പോൾ ഒരു സന്ദീപ് വാര്യരെ വഴി ചില വോട്ട് പിടിക്കാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു തരത്തിലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് BJPയും RSSും പറയുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ പല തരത്തിലുള്ള കണക്കുകൂട്ടലും വാദപ്രതിവാദങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഇത് പാലക്കാടൻ രാഷ്ട്രീയത്തിലുണ്ട്, പാലക്കാടൻ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സങ്കീർണമാണ്, പ്രവചനാതീതമാണ് പാലക്കാടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം ശ്രീത്ത് ഇന്ന് ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശത്തിന്റെ ആവേശം അത് വല്ലാത്ത തരത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം സന്നാഹങ്ങൾ ഒരുക്കും. ഒട്ടും പുറകോട്ട് പോകാൻ പറ്റില്ല 3 പേർക്കും. അത് എവിടെ വെച്ചൊക്കെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു, എന്തൊക്കെ ക്രമീകരണങ്ങൾ പാലക്കാട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്ന്? വലിയ റോഡ് ഷോകളായാണ് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് മുന്നണികളെല്ലാം കടക്കുന്നത് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് കൊട്ടിക്കലാശത്തിന് തുടക്കമാകുക. അത് ഒലവക്കോട് നിന്ന് UDFൻ്റെത് ആരംഭിക്കുന്നു, ഇപ്പുറത്ത് മേലാമുറിയിൽ നിന്ന് BJPയുടേത് ആരംഭിക്കുന്നു, അങ്ങനെ നഗരത്തിൽ നിന്ന് തന്നെയാണ് CPMൻ്റെത് ആരംഭിക്കുന്നത്. അങ്ങനെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് ഒരു വരവ് വരും. അത് വലിയ ആൾക്കൂട്ടവുമായിട്ടായിരിക്കും വരിക. ഇത് കേവലം ഇന്നൊരു ദിവസം നടക്കുന്ന കൊട്ടിക്കലാശമെന്ന് നമുക്ക് കരുതാനേ വയ്യ. അതിനും അപ്പുറത്തേക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി എല്ലാ ദിവസവും വൈകുന്നേരം ഇത് തന്നെയാണ്. 3 മുന്നണികളും വലിയ വലിയ റോഡ് ഷോകൾ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഒരുക്കങ്ങളിലാണ്, കൊട്ടിക്കലാശം വർണ്ണാഭമാക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. അതേസമയം തന്നെ രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയുള്ള പ്രചരണവും തുടരുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പാലക്കാട്ട് വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം ഇന്നിതാ കൊട്ടിക്കലാശത്തിലെ കാര്യങ്ങൾ കടക്കുകയാണ്. കൊട്ടിക്കലാശത്തിലെ ആവേശം ഒട്ടും കുറയില്ല. നേരെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും കൊട്ടിക്കലാശത്തിന്റെ പ്രതീതിയാണ് അവിടെ. വലിയ വലിയ റോഡ് ഷോകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ റോഡ് ഷോയൊക്കെ നമ്മൾ കണ്ടു. ഇന്നലെയും റോഡ് ഷോസ് ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളെല്ലാം വലിയ ആവേശത്തിലാണ്, മുന്നണികളും പ്രവർത്തകരും ആവേശത്തിലാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഇന്ന് 2 മണി മുതൽ 6 മണി വരെ പാലക്കാട് നഗരം ഈ മുന്നണികളുടെ പ്രചരണ കോലാഹലത്തിൽ നിറയും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ദേശീയ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകണം. അത് അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ശബരിമലയിൽ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. വൃശ്ചിക പുലരിക്ക് ശേഷം ഈ വൃശ്ചിക ദിവസങ്ങളിൽ ശബരിമല ഭക്തിസാന്ദ്രവുമാണ്. ശബരിമലയിലെ ഭക്തജനത്തിരക്കിൽ നേരിയ കുറവ് ഇന്നലെ രാത്രിയും ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ 65,000 പേരാണ് മല ചവിട്ടിയത്. ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ 17,000 തീർത്ഥാടകരെത്തിയിട്ടുണ്ട്. സജീവ് സി വാര്യർ അവിടെ തയ്യാറാണ് സന്നിധാനത്ത്, 18-ാം പടിക്ക് സമീപം. സജീവ് സാർ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ തൊട്ടുപുറകിൽ വലിയ തിരക്ക് കാണുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ തീർത്ഥാടകരൊക്കെ പൊതുവെ തൃപ്തരായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു മണ്ഡലകാലം എന്ന് ഇതുവരെ വിലയിരുത്തലുണ്ട്. കാരണം സർക്കാർ ഇത്തവണ കുറച്ചുകൂടി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് മനസ്സിലാകുന്നത്. അപ്പവും അരവണയും മറ്റും കൃത്യമായ സ്റ്റോക്കുണ്ട്. 80,000 തീർത്ഥാടകരെ ഒരു ദിവസം പ്രവേശിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് പിന്മാറി എല്ലാവരെയും എത്തിക്കും, എല്ലാവരെയും അയ്യനെ ദർശിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് ഇതുവരെ അത് അങ്ങനെ തന്നെയാണ് എന്ന് കരുതാം, അല്ലേ? വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ മണ്ഡലകാലത്തിന് ശേഷം അന്നത്തെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അതിന് പിന്നാലെ തന്നെ ഒരുക്കങ്ങളുടെ തുടക്കമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ അതായത് നമ്മുടെ നട തുറക്കുന്നതിന്റെ തലേ ദിവസം വരെ അവലോകന യോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 1-ാം തീയതിയും അവലോകന യോഗം നടന്നു. ആ തരത്തിൽ ഒരു ഏകോപനം സാധ്യമായിരുന്നു, വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമായിരുന്നു. ഇതെല്ലാം തന്നെയാണ് സുഗമമായ ദർശനത്തിനുള്ള സാഹചര്യം ശബരിമലയിൽ ഒരുക്കിയത്. വെർച്വൽ ക്യൂ 3 ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അവിടെയെല്ലാം തന്നെ സൗകര്യപ്രദമായി താമസിക്കാൻ, അതായത് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, ജർമ്മൻ പന്തൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഈ തരത്തിൽ തീർത്ഥാടകർക്ക് വേണ്ട ആവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ ഒരുക്കിയ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കൂടുതലായിരുന്നു. ശനിയാഴ്ച പ്രത്യേകിച്ചും ഞായറാഴ്ച ഉച്ചയോടുകൂടി, അതായത് ഇന്നലെ ഉച്ചയോടുകൂടി തിരക്കിൽ നേരിയൊരു ശമനം ഉണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ എത്തിയില്ല. 45,000-ലേറെ പേർ ഉച്ചവരെ എത്തിയിരുന്നെങ്കിൽ ഇന്നലെ രാത്രി 12 മണിയോടെ പമ്പയിൽ നിന്ന് കടന്നു വന്നത് 65,000-ഓളം തീർത്ഥാടകരാണ്. ഇന്ന് പക്ഷേ അതിനുശേഷം ദർശനം
അതായത് 18-ാം പടി ചവിട്ടാതെ ഇരുന്ന്, അതായത് ശബരിമലയിൽ എത്തുകയും ദർശനം നടത്താതിരിക്കുകയും ചെയ്ത് ഇന്നലെ തങ്ങിയിരുന്ന 3000 തീർത്ഥാടകർ ഇന്ന് രാവിലെ ദർശനം നടത്തി. അതിനുശേഷം 17,000 പേർ പമ്പയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതിലേകദേശം പകുതിയിലേറെ പേർ ഇപ്പോൾ ദർശനം നടത്തിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കൂടുതൽ കുട്ടികൾ ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ ദർശനത്തിന്, അതായത് അയ്യപ്പൻ മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും കൂടുതൽ ഉള്ള ഒരു മണ്ഡല കാലമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്യൂ കോംപ്ലക്സിൽ നോക്കിയാൽ നോർമലായിട്ടുള്ളൊരു തിരക്കാണ്. അതായത് സൗകര്യപ്രദമായ രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആരും തന്നെ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ കാനനപാത വഴി വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. 400-500 ഇടയിലുള്ള ആളുകളാണ് ആ വഴിയിൽ എത്തുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ തീർത്ഥാടകരായി എത്തുന്നതിൽ കൂടുതൽ പേരും മലയാളികളാണ് എന്നാണ് ഇന്നലെ വരെ മനസ്സിലാക്കാൻ സാധിച്ചത്. തീർത്ഥാടകരോട് നമുക്ക് അവരുടെ സാഹചര്യം ചോദിക്കാം. निश्चल इधर से आ गए? कर्नाटक से आया है, कर्नाटक से शबरीमला। कैसे? अभी ये बार बहुत अच्छा है, बहुत भीड़ नहीं है, ये बार बहुत दर्शन हो गया है। अच्छा शबरीमला अगले साल से ये साल बहुत अच्छा है। पंबा से इधर बहुत कैसा भीड़ नहीं है, आराम से आया है, क्या दिक्कत नहीं है। തീർത്ഥാടകർ പറയുന്നത് അത് തന്നെയാണ്. നല്ല രീതിയിൽ വരാൻ സാധിക്കുന്നു, അതായത് സുഗമമായ രീതിയിൽ കടന്നു വരാൻ കഴിയുന്നു എന്നാണ് അവർ പറയുന്നത്. ആ തരത്തിൽ ഉള്ളൊരു ദർശനത്തിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം പ്രത്യേകിച്ചും സുരക്ഷയുടെ കാര്യത്തിലും ഒപ്പം തീർത്ഥാടകരെ സഹായിക്കുന്ന കാര്യത്തിലും പോലീസ് വലിയ തോതിലുള്ള ബദ്ധശ്രദ്ധരായി ഇത്തവണയുണ്ട്. DGPയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ യോഗം ചേർന്നപ്പോൾ DGP പ്രത്യേകിച്ച് പറഞ്ഞത് മാനുഷിക പരിഗണനയോടുകൂടി തീർത്ഥാടകരെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി, അല്ലാതെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് മാത്രമല്ല, സമയക്രമം പാലിക്കുക എന്നത് മാത്രമല്ല, അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ തൊഴാനും തിരിച്ചു പോകാനുമുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രവർത്തനമായിരിക്കണം പോലീസിന്റെ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ച പോലീസുകാരുടെ എണ്ണം ഇക്കുറി കൂടിയിട്ടുണ്ട്. കാരണം നേരത്തെ പരിചയമുള്ള ശബരിമലയിൽ മണ്ഡലകാലത്ത് സുരക്ഷ, അതുപോലെ തീർത്ഥാടകരെ 18-ാം പടി കയറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ പരിചയം സമ്പന്നരായ പോലീസുകാരുടെ എണ്ണം ഇക്കുറി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തവണ പരിചയസമ്പന്നരായ പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു എന്നതായിരുന്നു ഒരു ആക്ഷേപം. അതുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നും പറയുകയുണ്ടായി. ഏതായാലും ഇക്കുറിയും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ദർശനത്തിനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയത്. രാവിലെ മുതൽ തന്നെ ദർശന സമയം കൂട്ടി എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. 18 മണിക്കൂർ ദർശനത്തിന് സമയമുണ്ട്. പിന്നീട് നേരത്തെ തന്നെ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതുകൊണ്ടാകണം സ്പോട്ട് ബുക്കിംഗിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവുണ്ട്. 3000-4000-ഓളം പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ഓരോ ദിവസവും വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി അത്തരത്തിൽ ആളുകൾ എത്തുന്നുള്ളൂ. 10,000 സ്പോട്ട് ബുക്കിംഗ് എന്നത് ഇതുവരെ കവർ ചെയ്ത് പോയിട്ടില്ല. എന്നാൽ 70,000-ഓളം சேலம் இப்ப 48வது வருஷம் வந்திருக்கும். 48வது வருஷம் இது வந்திருக்கிறேன் ஐயாயிரம் பாக்குறதுக்கு. இந்த வாட்டி எப்படி இருந்தது? இந்த வாட்டி நல்லா இருக்கு. எல்லா வசதியும் நல்லா செஞ்சு கொடுத்திருக்காங்க. போலீஸ்காரர் நமக்கு சிறப்பா ஒத்துழைப்பு கொடுக்கறாங்க. ஆண்டவன் அருள்ல எல்லாரும் நல்லா வச்சிட்டு இருக்கணும்னு ஆண்டவன் எனக்கு வேண்டிக்கிறோம். ரொம்ப நல்லா இருக்கு. பம்பையில எல்லா வசதியும் பண்ணி கொடுத்திருக்காங்க. ரொம்ப நல்லா இருக்கு. ரொம்ப நல்ல ஒத்துழைப்பு கொடுக்கறாங்க போலீஸ். நமக்கு ஏதாவது வேணும்னா உடனே டக்கு டக்குன்னு சொல்றாங்க. ரொம்ப சந்தோஷமா இருக்கு. இப்போ அதுதான் கொஞ்சம் கூட்டம் அதிகமா இருக்கு. 18ஆம் படி ஏறும்போது ரொம்ப சிரமமா இருக்கு வயசானவங்களுக்கு. எனக்கு 70 வயசு ஆயிடுச்சு. படி ஏறும்போது கொஞ்சம் சிரமமா இருக்கு, அவ்வளவுதான். இல்ல அவங்க தான் ஹெல்ப் பண்ணி தான் மேல ஏற்றி விட்டாங்க. கூட்டத்தை தள்ளிட்டு போறது போலீஸ் தான் எனக்கு ஹெல்ப் பண்ணி மேல விட்டாங்க. அவங்கள போலீஸ் தான் மேல கொண்டு வந்துடுறாங்க. ரொம்ப திருப்தியா இருக்கு இந்த வாட்டி. பாதுகாப்பு ஏற்பாட்டுல இருந்து எல்லாமே போலீஸோடது, கோயில் நிர்வாகம், உங்களோட எல்லாம் ஒத்துழைப்பு ரொம்ப நல்லா இருக்கு. ரொம்ப சந்தோஷமா இருக்கு. இப்போ
ரொம்ப நன்றி. ഇതുതന്നെയാണ് രഞ്ജിത്ത് തീർത്ഥാടകരെ പൊതുവെയുള്ള പ്രതികരണം. ഇന്നലെയും എല്ലാം തന്നെ അത്തരത്തിൽ നല്ല സന്തോഷമാണ് ഞങ്ങൾക്ക് ഇക്കുറി തീർത്ഥാടനത്തിനെത്തുമ്പോൾ എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. അത് വിവിധ ഭാഷക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരേപോലെയുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും സൗകര്യപ്രദമായ രീതിയിൽ വിശ്രമിക്കാൻ, അതുപോലെ കടന്നു വരാൻ, 18-ാം പടി കടക്കാൻ എല്ലാം തന്നെ സൗകര്യപ്രദമായ രീതിയിൽ തൊഴാൻ എല്ലാം തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന ഒരു പ്രതികരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ സുഗമമായ രീതിയിലുള്ള ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാം. തീർച്ചയായും അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് പരാതികളുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സർക്കാരിന് ഇത്തവണ സുഗമമായി കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പുതിയ ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അധികാരത്തിൽ വന്ന വർഷം കൂടിയാണ്. അവർ കാലേകൂട്ടി ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. സർക്കാരിൻ്റെ പിന്തുണയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുവരെ പരാതികളില്ലാത്ത ഒരു മണ്ഡലകാലമാണ്. ഇന്നിപ്പോൾ 3-ാം ദിവസമാണ്. പരാതികളില്ലാത്ത ഒരു മണ്ഡലകാലമാണ് എന്ന് മനസ്സിലാക്കണം. സജീവ് സി വാര്യരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വർഷം മുഴുവൻ ശബരിമല നട തുറക്കണം എന്ന വാദം തള്ളി തന്ത്രി കണ്ഠരര് രാജീവര്. മണ്ഡലവ്രതം നോറ്റെത്തുന്നവരുടെ എണ്ണമാണ് ഏറുന്നത്. മാസപൂജ തൊഴാൻ കുറച്ച് തീർത്ഥാടകർ മാത്രമേ എത്തുന്നുള്ളൂ. സീസണിലെ തിരക്ക് പരിഗണിച്ചാണ് ദർശന സമയം വർദ്ധിപ്പിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അവസാന വാക്ക് താഴമൺ തന്ത്രി കുടുംബത്തിൻ്റെതാണ്. തന്ത്രി കണ്ഠരര് രാജീവർ നമ്മളിപ്പോൾ ഉണ്ട്. അദ്ദേഹത്തോട് അത്തരം കാര്യങ്ങൾ ചോദിക്കാം. തിരുമേനി, നമ്മുടെ ഇപ്പോൾ ദർശന സമയം കൂട്ടിയിരിക്കും. അതെ, 3 മണി മുതൽ 1 മണി വരെയാണ് ദർശന സമയം. പിന്നീട് 3 മണി മുതൽ രാത്രി 11 വരെയാണ്. അപ്പോൾ ഇത് ആചാരപരമായ കാര്യങ്ങൾക്ക് വിഘ്നമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ സമയം നീട്ടിയത്, അല്ലേ? ആചാരപരമായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രയാക്കിയത്. ആ സമയത്ത് കൃത്യമായ പൂജ നടക്കുന്നുണ്ട്. 7:30 ഉഷപൂജയുണ്ട്, ഉച്ചയ്ക്ക് 12:30 ഉച്ചപൂജ, 9:30 അത്താഴപൂജ. ആ പൂജാക്രമങ്ങൾക്കൊന്നും മാറ്റമില്ല. ഇത് ദർശന സമയം മാത്രമേ ശകലം കൂട്ടിയിട്ടുള്ളൂ. അതിന് ആചാരപരമായ തടസ്സങ്ങളില്ല. അതായത് അയ്യപ്പന്റെ യോഗനിദ്ര എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ യോഗനിദ്രയിലാണ്. പക്ഷേ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് നമുക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം തുറന്നു കൊടുക്കുന്നു. ബാക്കി 25 ദിവസവും നമ്മൾ അടച്ചിടുവാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പൂജകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടോ? പൂജയുടെ ക്രമത്തിന് ഒരു മാറ്റവും ഇല്ല. അത് കൃത്യമായ സമയത്ത് തന്നെ നടന്നു. അതെ, അരുവരാസനം 11 മണിക്കെന്ന് ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ മണ്ഡലകാലത്ത് മുഴുവനും അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഭക്തരുടെ സൗകര്യത്തിന്, തീർത്ഥാടക സൗകര്യം പ്രമാണിച്ച് തന്നെയാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും തീർത്ഥാടന സൗകര്യം പ്രമാണിച്ച്. കാരണം ഇത്രയും ദൂരെ നിന്ന് ഇത്രയും സ്ഥലത്തു നിന്ന് വരുന്നവരെ ഒരുപാട് മണിക്കൂർ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഭഗവാന് തന്നെ അത് ഇഷ്ടപ്പെടത്തില്ല, ഉറപ്പല്ലേ? ഭക്തപ്രിയനാണ് ഈശ്വരൻ. ഭക്തർക്ക് ഇത്രയും വിഷമം വരുമ്പം സ്വാഭാവികമായിട്ട് ഈശ്വരന് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഈശ്വരന് വേണ്ടി കൂടെയാണിത് ഞങ്ങളത് ചെയ്യുന്നത്. ഈ ഭക്തജന തിരക്ക് ഏറുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നൊരു സംഗതി, പരമാവധി സമയത്ത് ആളുകളെ ദർശനത്തിന് അനുവദിക്കുക. ഈ മാസം 5 ദിവസം എന്നുള്ളതിന് കൂട്ടുകയോ അല്ലെങ്കിൽ വർഷം മുഴുവനായിട്ട് ദർശനത്തിന് സാധ്യത ഒരുക്കുകയോ ഒക്കെ ചെയ്യാം എന്നുള്ള വാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് ഈ ആചാരവുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെയുള്ള വാദങ്ങളാണ്. അത് എത്രത്തോളം പ്രായോഗികമാണ്? ഇനിയിപ്പം തിരക്കേറി വരികയാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും ആദ്യ ദിവസം തന്നെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയും സമയം കൂട്ടുകയോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുതൽ ദർശനത്തിന് കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുമോ? അതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളത് സത്യമാണ്. മാസപൂജയ്ക്ക് തന്നെ വളരെ കുറച്ച് പേരാണ് വരുന്നത്. ഈ വഴിപാട് നടത്താണ്ട് വരുന്നവർ മാത്രമേ ഉള്ളൂ. പടിപൂജ, ഉദയാസന പൂജയൊക്കെ വരുന്നവരാ കുറച്ച് കൂടുതലും വരുന്നവർ. അല്ലാതെ ആൾക്കാരൊന്നും വരുന്നില്ല. എല്ലാവരുടെയും മനസ്സിലൊരു വിശ്വാസം മണ്ഡലം മകരവിളക്ക് എന്നുള്ളതാണ്. അതിനൊന്നും മാറ്റം വരുത്താൻ, ഈ വിശ്വാസത്തിന് മാറ്റം വരുത്താൻ ഒക്കത്തില്ല. ദിവസം കൂട്ടിയോണ്ടൊന്നും ആൾക്കാർ വരത്തില്ല. ഉദാഹരണമായിട്ട് ഉത്സവത്തിന് 10 ദിവസം നട തുറക്കുന്നുണ്ട്, വിഷുവിന് 10 ദിവസമുണ്ട്. ഈ സമയത്തൊന്നും ആളേ ഇല്ല, വളരെ കുറച്ച് വഴിപാടുകാർ മാത്രമേ ഉള്ളൂ. വിഷുവിൻ്റെ അന്നാണ്, തലേദിവസം പിറ്റേ ദിവസമാണ് ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്. ബാക്കി ദിവസങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ ശുഷ്കമാണ് എന്നുള്ളതാണ് സത്യം. അല്ലാതെ പലരും പറയും എല്ലാ ദിവസവും തുറന്നാൽ, അങ്ങനെ എല്ലാ ദിവസവും തുറക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കൈ മാത്രം ഒതുങ്ങുന്ന അല്ലാതെ ദേവഹിതം കൂടെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ദേവഹിതം അനുസരിച്ച് നമുക്ക് അധികം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴും. പക്ഷേ ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, മണ്ഡല മകരവിളക്ക് കാലം. അത് അപൂർവം ചിലതൊക്കെ ഇന്ന് പറയും ദിവസവും തുറക്കണം, മറ്റേയാണ് മറിച്ചാണ്. ബുദ്ധിജീവികൾ കൂടുതലാണല്ലോ നമ്മുടെ ഇടയിൽ. അതെ, ഈ ദേവഹിതം അനുസരിച്ചാണ് നമ്മൾ ഈ ഭസ്മക്കുളത്തിൻ്റെ സ്ഥാനം മാറ്റുക തുടങ്ങിയിട്ടുള്ള പുതിയ കുറേ പ്രപ്പോസൽസ് ഉണ്ടല്ലോ. അതുപോലെ ഇപ്പം റോപ്പ് വേ വരുന്നു, റോപ്പ് വേ പോലുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടല്ലോ. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ആചാരപരമായ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെയാണോ ചെയ്യുന്നത്?
റോപ്പ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റോപ്പ് വേണമെന്നുള്ള കാര്യം. ബസ് കുളം ഇവിടുന്ന് മാറ്റുന്നൊന്നുമില്ല, ഇവിടെ തന്നെയാണത്. അവിടെ ഒരു കുളം കൂടെ ഭക്തജനങ്ങൾക്ക് സൗകര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. അല്ലാതെ ഇത് മാറ്റുന്നൊന്നുമില്ല. ഈ കുളം ബസ് സ്ഥാനം മാറുന്നില്ല. ഇല്ല, ഈ കുളം ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇരുമുടിക്കെട്ടിൽ എന്തൊക്കെ ആകാം എന്നുള്ളതിന് പറ്റി ഒരു നിയതമായ ഒരു സംവിധാനമുണ്ടോ? അത് പലരും പല രീതിയിലുള്ള സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പലർക്കും അറിയില്ല. ചിലപ്പോൾ ഈ പല ഭാഷകൾ സംസാരിക്കുന്ന തീർത്ഥാടകർ വരുന്നുണ്ട്, അവർക്ക് കൃത്യമായ ധാരണയില്ല. അതിലെന്തൊക്കെ വേണം ഇരുമുടിക്കെട്ടിൽ നിന്ന് ഒരു നിയതമായ ഒരു തീരുമാനമുണ്ടോ ഇക്കാര്യത്തിൽ? പഴയകാലത്ത് ഇരുമുടിക്കെട്ടി കൊണ്ടുവരുന്നത് മുൻകെട്ടിലെ അയ്യപ്പന് വേണ്ട നിവേദ്യങ്ങൾ, മാളികപ്പുറത്തിന് വേണ്ട നിവേദ്യങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ പിൻകെട്ടിൽ നടന്നു വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് താവളത്തിൽ വെച്ച് കഴിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അത് ക്യാരി ചെയ്യാനുള്ള സൗകര്യത്തിനൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ഇപ്പം ആരും വഴി പാചകം ചെയ്തൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇരുമുടിക്കെട്ടിൽ പിൻകെട്ടിൻ്റെ ആവശ്യമില്ലാത്ത സാധനം കുത്തി ഇറക്കേണ്ട കാര്യമില്ല, അരി മാത്രം മതി. എന്തെല്ലാം സാധനങ്ങളാണ് പലയിടത്തു നിന്ന് വരുന്നതെന്ന് അറിയാമോ? ഈ ഒരു ഇരുമുടിക്കെട്ടിയിൽ ചുരുക്കം പറഞ്ഞാൽ ഒരു 100 ഗ്രാം പ്ലാസ്റ്റിക്കെങ്കിലും കാണും. അത് പനിനീര്, സാമ്പ്രാണി, കർപ്പൂരം, അവല്, മലര, ഇതെല്ലാം പാക്കറ്റിലാണ് വരുന്നത്. ഇതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. വെളിയിൽ നിന്ന് കൊണ്ടുവന്ന അവലും മലരൊക്കെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. പണ്ടത്തെ കാലത്താണ് അവലും മലരും കദളിപ്പഴമൊക്കെ അവർ നിവേദിച്ച് കൊണ്ടുപോകും. ഇപ്പോൾ അതും കൊണ്ടുപോകുന്നില്ല, എല്ലാവരും കൊണ്ട് ചെമ്പിലിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അതൊരു വലിയ മാലിന്യമായിട്ട് പറഞ്ഞു, പ്ലാസ്റ്റിക് മാലിന്യം. അത് ഒഴിവാക്കണമെന്ന് തന്നെ പറഞ്ഞത്. മുൻകെട്ടിലപ്പം നെയ്ത്തേങ്ങയും ശർക്കരയും കദളിപ്പഴം, കാണിപ്പന്നെ, അരി മാത്രം കൊണ്ടുവന്നാൽ മതി. വേറെ യാതൊന്നും പ്ലാസ്റ്റിക്കേ വേണ്ട. കാരണം ഈ ഭക്തി പോലെ തന്നെ ശുദ്ധിക്കും പ്രാധാന്യമുണ്ട്. ഈ പ്രകൃതിയെ നമ്മൾ വിശുദ്ധമായിട്ട് തന്നെ കണക്കാക്കണം. ആ പ്രകൃതി സംരക്ഷണത്തിന് ഊന്നി വേണം മുന്നോട്ട് പോകാൻ. ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട ഈ പൂങ്കാവനമാണ് അയ്യപ്പസ്വാമിയുടെ. ആ 18 മലകളെ സംരക്ഷിക്കേണ്ട ഒരു ഭക്തന്റെ ചുമതല തന്നെയാണ്. പ്രകൃതിയെ കൂടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഭക്തി പുരസ്സരം അയ്യപ്പനെ തൊഴാൻ വരുന്ന ആളുകൾ പ്രകൃതിയെ കൂടി മുന്നിൽ കണ്ടുവേണം എന്ന് തന്നെയാണ് തന്ത്രി പറയുന്നത്. ഒപ്പം നമ്മുടെ ഇരുമുടിക്കെട്ടിൽ വേണ്ട വസ്തുക്കൾ, സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. സജീവ് സി വാര്യരാണ് അദ്ദേഹത്തോടൊപ്പം ചേർന്നത്. വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്ക് വരണം. കുറുവാ കള്ളന്മാരെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ശരണ്യ സ്നേഹജനും നവമി ദിനേശും അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും അല്പസമയത്തിനകം. ഇടവേള. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കഴിഞ്ഞു, ശബരിമലയുടെ കാഴ്ചകൾ കണ്ടു. ഇനി നമുക്ക് അല്പം ഒന്ന് പേടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്ക് പോകാം. അത് കുറുവാ കള്ളന്മാരുമായി ബന്ധപ്പെട്ടാണ്. നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കുറുവാ കള്ളന്മാർ. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണക്കേസിൽ അറസ്റ്റിലായ കുറുവാ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവത്തിനായി ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്നലെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. എറണാകുളം കുണ്ടന്നൂരിൽ നിന്നും സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. ഇയാൾക്ക് കുറുവാ സംഘവുമായുള്ള ബന്ധത്തെപ്പറ്റി അന്വേഷിച്ചു വരികയാണ്. ശരണ്യ സ്നേഹത്തിന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഒപ്പം എറണാകുളം ജില്ലയിൽ ഭീതി പരത്തുന്ന കുറുവാ മോഷണ സംഘത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. നവമി ദിനേശ് അതിന്റെ വിവരം നൽകും. ആദ്യം ശരണ്യയിലേക്ക് ഒന്ന് പോകണം. ശരണ്യ, ഈ പ്രതിയെ 14 ദിവസത്തേക്ക് ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. കൃത്യമായി തന്നെ ഇയാൾ, ഈ സന്തോഷ് സെൽവം, കുറുവാ സംഘത്തിൽപ്പെട്ടയാളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇയാൾക്കൊപ്പമുള്ള മറ്റ് 13 പേർ, 14 സംഘമെന്നാണല്ലോ, അവരെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അവർ ഏതൊക്കെ മേഖലകളിലാണ്? അത്തരം എന്തെങ്കിലും വിവരമുണ്ടോ? പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണുള്ളത്. അതായത് ഇന്നലെയാണ് ഡിവൈഎസ്പി നടത്തുള്ള സംഘം ഇത്തരത്തിൽ ഇതൊരു ഈ സന്തോഷ് സെൽവവും മണികണ്ഠനിലും മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് 14 പേരോളം വരുന്ന വലിയ സംഘമാണ് എന്നുള്ളത് വ്യക്തമാക്കിയത്. അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതും. അതായത് മണ്ണഞ്ചേരിയിൽ മോഷണം നടന്ന, ഒരു വീട്ടിൽ മോഷണം നടന്ന അതേ സമയത്ത് തന്നെ പലയിടങ്ങളിൽ ഒരുമിച്ച് മോഷണം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 11-12 വാർഡുകളിലായി 5ഓളം വീടുകളിലാണ് മോഷ്ടാക്കൾ കയറിയത്. മണ്ണഞ്ചേരിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ ആണ് ഈ സന്തോഷിനെ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. സന്തോഷിനോടൊപ്പം മറ്റൊരാൾ ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് കണ്ടെത്താനായി പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മണികണ്ഠനിലേക്ക്, അതായത് സന്തോഷിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത് തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ സന്തോഷ് മേൽവസ്ത്രം ധരിച്ചിട്ടില്ലായിരുന്നു. ആ വസ്ത്രം ഇട്ട് പോകുന്നതിനിടയിൽ ശരീരത്തിൽ നെഞ്ചിന്റെ ഭാഗത്തായി
ഒരു പച്ച കുത്തിയിട്ടുണ്ട്. അതായത് പച്ച കുത്തി എഴുതിയിട്ടുണ്ട്. ഭാര്യയുടെ പേര് സന്തോഷ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്നലെ പുലർച്ചെ സന്തോഷിനെ ഇവിടെ എത്തിച്ച് അതേ സ്ഥലത്ത് കൂടെ പോലീസ് നടത്തിച്ചു. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്ന അതേപോലെ തന്നെയാണ് സന്തോഷിന്റെ ശരീരഭാഷയും. അപ്പോൾ ആ ശരീരത്തിൽ ആ പച്ചകുത്തിയ ഭാഗം എടുത്തു കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ആ രീതിയിലാണ് സന്തോഷിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. പക്ഷേ അതേസമയം സന്തോഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണ് എന്നുള്ളത് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പുന്നപ്രയിലും തൂക്കുകുളത്തും കയറിയ ആളുകൾ ഇവരല്ല എന്നുള്ളതാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് എറണാകുളം പറവൂരും കയറിയ ആളുകൾ ഇവരല്ല. അപ്പോ ഈ കുറുവ സംഘാംഗങ്ങൾ ഇവരൊരു വലിയ സംഘമായാണ് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളതെന്നും പലയിടത്തായി തിരിഞ്ഞ് മോഷണം നടത്തുന്നുണ്ട് എന്നും ആണ് പോലീസ് ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ കരിയിലക്കുളങ്ങര അടക്കമുള്ള പ്രദേശങ്ങളിൽ എത്തിയതും ഒപ്പം തൂക്കുകുളത്ത് എത്തിയതുമൊക്കെ ഇവരിൽ തന്നെ കുറച്ചുകൂടി പ്രായം ചെന്ന മുതിർന്ന ആളുകളാണ് എത്തിയിട്ടുള്ളത്. കോട്ടയത്തെ CCTV ദൃശ്യങ്ങളിലും കണ്ടത് ആ രീതിയിലുള്ള ആളുകളായിരുന്നു. ഇവിടെയും ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞതും കുറച്ചുകൂടി പ്രായമുള്ള ആളുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ രഞ്ജിത്ത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോവുകയും മോഷണത്തിന് ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സാധാരണ ഇവർ മോഷണം നടത്തുന്നത്. അതിനുശേഷം ഇവർ ഒരുമിച്ച് കൂടുകയും പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവര് ഇവിടെ അല്ല ഒരുമിച്ച് കൂടുന്നതെന്നുള്ളൊരു നിരീക്ഷണത്തിലാണ് പോലീസ്. ഇനി എറണാകുളത്താണോ ഇവരുടെ സങ്കേതം എന്നതിനെ സംബന്ധിച്ചുമൊക്കെ അന്വേഷിച്ചു വരികയാണ്. എന്നാലും 14ഓളം പേരുണ്ട്. മറ്റു ആരിലേക്കും എത്താൻ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ മണികണ്ഠനെ കസ്റ്റഡിയിലെടുത്ത് മണികണ്ഠന് മറ്റ് കേസുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മണികണ്ഠനെ ഈ കേസിലേക്ക് കണക്ട് ചെയ്യാനുള്ള തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മണികണ്ഠനെ ഇന്ന് വിട്ടയച്ചേക്കും. രഞ്ജിത്ത്. ശരണ്യ തുടരുക. ഇപ്പോൾ നമുക്ക് നവമി ദിനേശിലേക്ക് കൂടി ഒന്ന് പോകണം. നവമി, എറണാകുളം ജില്ലയിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഡാനി ആ സ്പോട്ടിൽ പോയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. കാരണം അവിടെ തമ്പടിച്ചിരുന്ന കുറുവ സംഘത്തിൽ കുറുവ സംഘത്തിൻ്റെ ആൾ അവിടെ ഒളിച്ചിരുന്നാണ്. അയാളെ പിടിക്കുകയും പിന്നീട് സ്ത്രീകളടക്കം മോചിപ്പിക്കുകയും ചെയ്തു. പിന്നീട് സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. മുനമ്പം DYSP S ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ളതാണ് പ്രത്യേക സംഘമെന്നാണ് അറിയുന്നു. അതീവ അപകടകാരികളായ കുറുവ സംഘത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ആണ് ഈ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. നവമി, ഇപ്പോൾ നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ എന്തായാലും ആലപ്പുഴയിൽ തമ്പടിച്ചല്ല അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർ വല്ലപ്പോഴുമൊക്കെ ഒരുമിച്ച് കൂടിച്ചേരുന്ന ആളുകളാണ്. അവർക്ക് പ്രത്യേക രീതിയിലുള്ള ആചാരക്രമമൊക്കെ ഉണ്ട്, മോഷണ രീതികളുണ്ട്. അവരൊട്ടും മനുഷ്യത്വമുള്ളവരല്ല. പോലീസ് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മുൻകാല ചരിത്രമൊക്കെ വളരെ കൃത്യമായി ഇതുവരെ വിലയിരുത്തി കാണും. അതനുസരിച്ചുള്ള അന്വേഷണമാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? നേരത്തെ ഈ ആ പാലത്തിന് താഴെ ഉണ്ടായിരുന്ന ആളുകളിൽ കൂടുതൽ ആളുകൾക്ക് ഈ സംഘവുമായി ബന്ധമുണ്ട് നിഗമനമുണ്ടോ? അതനുസരിച്ചുള്ള അന്വേഷണമുണ്ടോ? രഞ്ജിത്ത്, എന്തായാലും പോലീസ് ഈ കുറുവ സംഘമെന്ന് സംശയിക്കുന്ന ഈ കുണ്ടന്നൂർ പാലത്തിന് സമീപത്ത് താമസിക്കുന്നവരെ ഓരോരുത്തരായി ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെ വീട്ടിലെത്തി പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ മറ്റ് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെയാണ് വടക്കൻ പറവൂരിൽ നടന്ന മോഷണ ശ്രമം. അവിടെ ഒന്നും മോഷണം പോയിട്ടില്ല, മോഷണ ശ്രമം മാത്രമായിരുന്നു. ഈ വീടുകളിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് 2 പേരാണ്. അവരുടെ വേഷവിധാനം ഈ കുറുവ സംഘങ്ങളുടെ പോലെ തന്നെയാണ്. പക്ഷെ അവരാണ് കുറുവ സംഘത്തിൽപ്പെട്ടവരാണെന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കുവാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രതികൾ ആരെന്നതിനെ കുറിച്ചുള്ളൊരു അന്വേഷണത്തിലേക്കും അന്വേഷണ സംഘത്തിന് എത്താനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. മുനമ്പം DYSP ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറുവ സംഘങ്ങൾ അവരുടെ ഒരു മോഷണ രീതി വളരെ അപകടകാരികളായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ തന്നെ ഇവരെ കീഴടക്കണം എന്നൊരു ലക്ഷ്യത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നത്. അതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മോഷണ ശ്രമം നടന്ന വീടുകൾ, അതായത് ചേന്ദമംഗലത്തെ കരിമ്പാടം, കുമാരമംഗലം എന്നിവിടങ്ങളിലേക്ക് എത്തി അവിടെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ, സമീപ പ്രദേശത്തെ CCTVകൾ, ഇവർ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ, ഇവർ ഒരിടത്ത് തമ്പടിക്കുന്നവരായിരിക്കില്ല, പലയിടങ്ങളിൽ, ചിലപ്പോൾ ഇപ്പോൾ കൊച്ചിയിലാണ്, എറണാകുളത്താണ് ഇപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇവർ പലപ്പോഴും താമസിക്കുന്നത് മറ്റ് ജില്ലകളിലൊക്കെ ആയിരിക്കും. ആ രീതിയിലുള്ള ഒരു അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. മറ്റ് ജില്ലകളെ കേന്ദ്രീകരിച്ചും
ഇവർ താമസിക്കാൻ ഇടയുള്ള ഈ ഒഴിഞ്ഞ പ്രദേശങ്ങൾ അല്ലെങ്കിൽ കാട് പിടിച്ചു കിടക്കുന്ന ഇടങ്ങൾ, ഇവിടെയൊക്കെ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡ്രോണിന്റെ സഹായത്തോടു കൂടി ഈ കാട് പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഡ്രോൺ വഴി നിരീക്ഷണം ശക്തമാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ആ എല്ലാ രീതിയിലും ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ട് കേരള പോലീസ് സജ്ജമായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ ഉള്ള കുറുവ സംഘങ്ങൾ, പക്ഷെ അവർ തമ്പടിച്ചതായിക്കോട്ടെ എറണാകുളത്ത് ആണെന്നുള്ളൊരു സൂചനയൊക്കെ വരുന്നുണ്ട്. സന്തോഷിനെ അവിടെ നിന്നുമാണ് പോലീസ് കീഴടക്കിയത്. ആ രീതിയിലും എറണാകുളത്തിന്റെ വിവിധ ഇടങ്ങളിലും അന്വേഷണ സംഘം നല്ല രീതിയിൽ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും വടക്കൻ പറവൂരിൽ എത്തിയത് ഇത് കുറുവ സംഘമാണെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മോഷണ ശ്രമം നടന്ന വീടുകളിലൊക്കെ എറണാകുളം ആലുവ റൂറൽ SP വൈഭവ് സക്സേന അന്ന് തന്നെ സന്ദർശിച്ചിരുന്നു. അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എറണാകുളം ജില്ലയ്ക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം രാത്രികാലങ്ങളിലെ പെട്രോളിംഗ് അത് ശക്തമാക്കിയിട്ടുണ്ട്. ഇനി പൊതു ഇടങ്ങൾ, ഈ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇവിടങ്ങളിലൊക്കെ പെട്രോളിംഗ് ശക്തമാക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഈ കുറുവ സംഘം എന്ന് സംശയിക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, നവമി തുടരുക. ശരണ്യ, ഇവിടെ ഇപ്പോൾ ഇവരുടെ ഒരു ആക്രമണ രീതിയൊക്കെ നമുക്കറിയാം, ഏത് തരത്തിലാണ് ഇവർ മോഷണം നടത്തുന്നത്. ഇപ്പോൾ ഇന്നലെയൊക്കെ മാവേലിക്കരയിലെ തഴക്കര ഭാഗങ്ങളിലൊക്കെ കുറുവ സംഘങ്ങളെ കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ അത്തരത്തിലുള്ള ഭീതിയുണ്ട്. ഈ 14 പേരെന്ന് പറയുന്ന ഒരുപക്ഷെ 14 സ്ഥലങ്ങളിലായിരിക്കാം ഇവരുടെ ഈ മോഷണ രീതി, അവിടെ ആയിരിക്കാം ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ വന്ന പശ്ചാത്തലത്തിൽ ഇനി അവർ കൂടിച്ചേരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും വളരെ കുറവുമാണ്. അപ്പോൾ ഇതിപ്പോൾ ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങേണ്ട അന്വേഷണമല്ല, അല്ലെങ്കിൽ എറണാകുളത്ത് മാത്രം ഒതുങ്ങേണ്ട അന്വേഷണമല്ല. എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ജാഗ്രത പാലിക്കേണ്ടി വരും. കൂടുതൽ സംഘങ്ങൾ ഉണ്ടോ എന്നത് തിരയേണ്ടി വരും. അങ്ങനെ വ്യാപകമായ തോതിലുള്ള അന്വേഷണവും തെരച്ചിലുമൊക്കെ നടക്കുന്നുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത് പോലീസിന്റെ ഭാഗത്തുനിന്ന്? അപ്പം ഈ സന്തോഷ് സെൽവത്തെ ചോദ്യം ചെയ്തപ്പോൾ ഇതുവരെയുള്ള പ്രാഥമികമായ ചോദ്യം ചെയ്തതിൽ കിട്ടിയ വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് പങ്കുവെക്കുന്നുണ്ടോ? ഇത് രഞ്ജിത്ത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സന്തോഷൊക്കെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് സന്തോഷിന്റെ ചോദ്യം ചെയ്യലിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് 8ഓളം കേസുകളുണ്ടെന്നാണ്. അങ്ങനെയല്ല, സന്തോഷ് ചോദ്യം ചെയ്യലിൽ തന്നെ പറഞ്ഞത് തനിക്ക് 30ഓളം കേസുകൾ ഉണ്ട് എന്നുള്ളത് അയാൾ തന്നെ ഇങ്ങോട്ട് തുറന്നു പറയുകയായിരുന്നു. ഒപ്പം ഇന്നലെ തന്നെ വളരെ നാടകീയമായ കാര്യങ്ങളൊക്കെ ആണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. അതായത് നമുക്കറിയാം, സന്തോഷിനെ കുണ്ടന്നൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തില് സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ, സ്ത്രീകൾ ഉൾപ്പെടെ ആയുധങ്ങളും ഒക്കെയായി പോലീസിനെ അവർ വളഞ്ഞു വെക്കുകയും ആക്രമിക്കുന്ന രീതിയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞാണ് സന്തോഷ് ചാടിപ്പോവുകയും പിന്നീട് സന്തോഷിനെ പിടിക്കാൻ കഴിഞ്ഞു. അതേ ആളുകൾ തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ആൾക്കൂട്ടം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സ്ത്രീകൾക്കുൾപ്പെടെ മോഷണത്തിൽ കേസുകളുള്ള ആളുകളാണ്. 4 കേസ് തനിക്കുണ്ട് എന്ന് ആണ് സന്തോഷിന്റെ അമ്മ എന്നോട് പറഞ്ഞത്. അത്തരത്തിൽ ഇവര് ഈ രീതിയിൽ വളരെ കാലങ്ങളായി ഇതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്ത് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഇപ്പോഴും സന്തോഷിൽ നിന്ന് വലിയ വിവരങ്ങളൊന്നും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഈ കസ്റ്റഡിയിലേക്ക് ലഭ്യമായ ശേഷമേ കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിയൂ. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ എത്തിച്ചത്, പുലർച്ചെയോടെയാണ് എത്തിച്ചത്. ഇന്നലെ തന്നെ റിമാൻഡിനായിട്ട് കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ കസ്റ്റഡിയിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വാർത്തകൾ വന്നു എന്ന് വെച്ചിട്ടുള്ള ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഒരിടത്ത് നിന്ന് പോലീസ് എല്ലാവരും പറഞ്ഞ് നാട് മുഴുവൻ സ്ക്വാഡുകൾ ഇറങ്ങുകയും പോലീസിനെ കൂടാതെ നാട്ടുകാർ കൂടി സ്ക്വാഡായി ഇറങ്ങുകയും ചെയ്തപ്പോഴും ഇവിടെ മോഷണം നടന്നു. അപ്പൊ ആ രീതിയിൽ മോഷണം നടന്നുകൊണ്ടിരിക്കും. ഒരു സീസണലായിട്ടാണ് ഇവർ വന്ന് മോഷ്ടിച്ചിട്ട് പോകുന്നത്. കുറച്ചു നാള് വരും, അതിനുശേഷം ഒരു സീസണലായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇവർ കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലായി കയറും. അതിനുശേഷം പിന്നീട് കുറെ നാൾ ഇവരുണ്ടാവില്ല, അത് കഴിഞ്ഞ് വീണ്ടും വരും. അതാണ് ഇവരുടെ ഒരു രീതി. എന്നാലും എറണാകുളത്ത് നിന്നും ആ തെരച്ചിൽ നടത്തിയ കൂട്ടത്തിൽ സന്തോഷിനെ മാത്രമേ കുറുവ സംഘാംഗമായി കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിട്ടുള്ളൂ. അത് ആദ്യഘട്ടം മുതൽ തന്നെ മണ്ണഞ്ചേരി പോലീസ് വളരെ കൃത്യമായ ഒരു കണക്കൂട്ടലിലായിരുന്നു പോയിരുന്നത്. കാരണം ഈ സന്തോഷ് പാലായിൽ നിന്ന് ജയിൽ മോചിതരായവരാണ് ഈ പ്രതികൾ എന്നുള്ള സംശയം പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു.
അത് തന്നെയാണ് സന്തോഷ്. കാരണം സന്തോഷ് പാലയിൽ നിന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മാസം മാത്രമേ ആവുന്നുള്ളൂ. 2 മാസത്തിന് മുൻപാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് ശേഷമാണ് വന്ന് ഈ കുണ്ടന്നൂരില് മണികണ്ഠന്റെ ഒക്കെ കുടുംബത്തോടൊപ്പം നിന്ന് മണികണ്ഠനുമായി ബന്ധമുണ്ട്. അതായത് സന്തോഷിന്റെ സഹോദരിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് മണികണ്ഠനാണ്. മണികണ്ഠൻ തിരുട്ടി ഗ്രാമത്തിന് പുറത്തുള്ള ഒരാളാണ്. അവിടെ നിന്നും തിരുട്ടി ഗ്രാമത്തിനുള്ളിലേക്ക് വിവാഹിതനായി വന്ന ഒരാളാണ്. പക്ഷെ സന്തോഷ് തിരുട്ടി ഗ്രാമത്തില് തന്നെ ഉള്ള ആളുമാണ്. അപ്പോ മണികണ്ഠനിലേക്ക് കണക്ട് ചെയ്യാൻ ഇപ്പോഴും പോലീസിന് പറ്റിയിട്ടില്ല. ചോദ്യം ചെയ്യലിൽ ഒന്നും തന്നെ ഇവർക്ക് മണികണ്ഠൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കാനോ ഒന്നും ഈ സന്തോഷിനെ ചോദ്യം ചെയ്തിട്ട് പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ള മാത്രമല്ല, മണികണ്ഠനെ ചോദ്യം ചെയ്തിട്ടും അത് അങ്ങനെ കണക്ട് ചെയ്യാൻ പോലീസിന് പറ്റിയിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. നമുക്കറിയാം 2019 ശേഷം ആലപ്പുഴയിൽ വീണ്ടും 1 വർഷക്കാലം ഒരു വളരെ അധികം കേസുകൾ 19ഓളം കേസുകൾ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു കേസിൽ പോലും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കുറുവാ സംഘവുമായി ബന്ധപ്പെട്ട് മാരാരിക്കുളത്തൊക്കെ ക്രൂരമായി വീട്ടിൽ കയറി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കേസുകളിലൊന്നും തന്നെ പ്രതികളെ കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല ക്രിമിനൽ പശ്ചാത്തലവും കാര്യങ്ങൾ ചോദിച്ചറിയാൻ വളരെ ശ്രമകരമാവുകയും ചെയ്യുന്ന ഒരാളെയാണ് സന്തോഷം. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. നവമി തുടരുന്നുണ്ട്. നവമി, അതുതന്നെയാണ് ഈ കൊച്ചിയിലും നമുക്കറിയാം. കൊച്ചിയിലടക്കം ഈ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവർ മുനമ്പം ഡിവൈഎസ്പി നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ പിടിച്ച ഒരാളുടെ കുടുംബാംഗങ്ങൾ അവിടെ എത്തി സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിലൊക്കെ സ്വാഭാവികമായ ഒരു ആശയക്കുഴപ്പം പോലീസിനുണ്ടാവും. രഞ്ജിത്ത്, അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും. ഇവരെ ഏത് തരത്തിലാണ് ആക്രമിക്കുക, ഇവരെ നമ്മൾ ആ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. സന്തോഷിന്റെ കുടുംബങ്ങൾ വരെ പോലീസിനെ ആക്രമിക്കുന്ന, ഈ സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് പോലീസ് പറഞ്ഞതാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവം മാത്രമാണ് ഞങ്ങൾക്ക് ഈ പെട്ടെന്ന് പ്രതിയെ കയ്യിൽ നിന്നും വഴുതി പോകാൻ കാരണമെന്നൊക്കെ. പക്ഷേ പോലീസ് കൃത്യമായി അയാളെ പിന്നീട് പിടികൂടുകയും ചെയ്തിരുന്നു. ആ സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ കുറുവാ സംഘത്തെ പിടികൂടുമ്പോൾ അന്വേഷണ സംഘവും നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഇവരുടെ മോഷണ രീതി കൃത്യമായി പഠിച്ച് ഇവരെ എങ്ങനെ കീഴടക്കാം, ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഇവരെ എങ്ങനെ കൃത്യമായി കീഴടക്കാം എന്നുള്ള ഒരു പ്ലാൻ തന്നെയാണ് അന്വേഷണ സംഘം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും അവിടെയുള്ള വെല്ലുവിളി, ഇവരൊരു അക്രമാസക്തരായിട്ടുള്ള ആൾക്കാരാണ്. ഇവർ ഏത് രീതിയിലാണ് പെരുമാറുക, എങ്ങനെയാണ് ആക്രമിക്കുക എന്നത് യാതൊരു ഊഹവുമില്ല. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് കൃത്യമായിട്ടുള്ള സുരക്ഷ അത് ഒരുക്കിക്കൊണ്ട് മാത്രമേ ഇവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിടികൂടാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ വടക്കൻ പറവൂരിലേക്ക് വരുമ്പോൾ അവിടെ കുറുവാ സംഘമാണ് അവിടെ എത്തിയതെന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ ആരാണ് പ്രതികൾ, കുറുവാ സംഘം അല്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ വന്നത്, അവിടെ ആരാണ് മോഷണത്തിന് ശ്രമം നടത്തിയതെന്ന ചോദ്യത്തിന് മുന്നിലും അന്വേഷണ സംഘത്തിന് മൗനം മാത്രമാണ്. കാരണം CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയ തെളിവ്. മറ്റൊരു തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇവർ വീട്ടിലേക്ക് ശ്രമം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല. നമ്മൾ ഇന്നലെ അവിടെ ഡാനിപ്പോൾ ഇന്നലെ അവിടെ ചെന്ന് അവരോട് പ്രതികരണമൊക്കെ തേടിയപ്പോൾ അവർ പറഞ്ഞതാണ് വീട്ടിലെ ഒരു ശബ്ദം കേട്ടു. അതായത് ഡോറിൽ മുട്ടുന്നതായിട്ടുള്ളൊരു ശബ്ദം കേട്ടു. പെട്ടെന്ന് തന്നെ അടുത്തുള്ളവരെയൊക്കെ വിളിച്ചുണർത്തി നോക്കുമ്പോൾ ഡോറ് പൊളിച്ച് അകത്തേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഡോറ് പൊളിക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. നാട്ടുകാരൊക്കെ ഉണർന്നതിനെ തുടർന്ന് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വീട്ടമ്മ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവർ എങ്ങോട്ടേക്കാണ് രക്ഷപ്പെടുന്നത്, ഇത് എവിടെയുള്ളവരാണ്, ഇത് കൃത്യമായിട്ടുള്ള ഇവരുടെ പ്ലാനിങ് എങ്ങനെയാണ്, ഈ വീടുകൾ എങ്ങനെയാണ് ഇവർ കേന്ദ്രീകരിക്കുന്നത്, ആളില്ലാത്ത വീടുകളാണോ അല്ലെങ്കിൽ ആളുള്ള വീടുകൾ കയറി ഇവർ ഏത് രീതിയിലാണ് മോഷണ ശ്രമം നടത്തുന്നത്, ഇതെല്ലാം അന്വേഷണ സംഘത്തിന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും കുറുവാ സംഘത്തിന് പിന്നാലെ തന്നെയാണ് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും. ഒപ്പം ആലപ്പുഴയിൽ കുറുവാ സംഘത്തിൽപ്പെട്ട ഒരാൾ സന്തോഷിനെ കുണ്ടന്നൂർ നിന്നാണ് പിടികൂടിയത്. ഈ കുണ്ടന്നൂർ ഭാഗത്തും ഒപ്പം ഈ സന്തോഷ് താമസിച്ച ഇടങ്ങളിലുമൊക്കെ അന്വേഷണ സംഘം കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ആരെയെങ്കിലും കണ്ടെത്തിയാൽ അവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നവമി ദിനേശും
ശരണ്യ സ്നേഹജനുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കുറുവ സംഘത്തിന്റെ ഭീതി അവസാനിക്കുന്നില്ല. അവർ ഏതൊക്കെ മേഖലകളിൽ എത്തുമെന്ന കാര്യത്തിൽ പോലീസിനും വ്യക്തതയില്ല. ഏതായാലും വല്ലാത്തൊരു ആശയക്കുഴപ്പം സംസ്ഥാനത്ത് ഈ മോഷണ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. NDAയും ഇന്ത്യ മുന്നണിയും ഏറ്റുമുട്ടുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും ഉത്തരാഖണ്ഡിലെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും നവംബർ 20-നാണ് നടക്കുക. മഹാരാഷ്ട്ര മഹായുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു. മഹായുതി മഹാവികാസ് അഘാടി സഖ്യങ്ങൾക്ക് ഇത് അഭിമാന പോരാട്ടം. 148 സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 80 സീറ്റുകളിലും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ NCP 53 സീറ്റുകളിലും മത്സരിക്കും. 103 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന UBT 89 സീറ്റുകളിലേക്കും ശരത് പവാറിന്റെ NCP 87 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ടുണ്ട്. മഹാവികാസ് അഘാടി ബാക്കിയുള്ള 6 സീറ്റുകൾ മറ്റ് സഖ്യകക്ഷികൾക്കാണ് നൽകിയിട്ടുള്ളത്. 51 മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന UBTയും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഷിൻഡെ തന്റെ രാഷ്ട്രീയ ഗുരുവായ ആനന്ദ് ദിഗ്ഗയുടെ അനന്തരവൻ കേദാർ ദിഗ്ഗയ്ക്കെതിരെ പോരാടുന്നത് കോപ്രി പച്പഖാഡി മണ്ഡലത്തിൽ നിന്ന്. ഉപമുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് അസംബ്ലി സീറ്റിൽ കോൺഗ്രസിന്റെ പ്രഫുല്ല ഗുദ്ദാദയ്ക്കെതിരെ മത്സരിക്കുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP അധ്യക്ഷനുമായ അജിത് പവാർ അനന്തരവൻ യുഗേന്ദ്ര പവാറിനെതിരെ ബാരാമതിയിൽ. സഗോലി അസംബ്ലി മണ്ഡലത്തിൽ BJPയുടെ അവിനാഷ് ആനന്ദ് റാവുവിനെതിരെ മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ അധ്യക്ഷൻ നാനാ പട്ടോലെ പോരാടുന്നു. ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലായി 528 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. JMM കോട്ടയായ ബർഹൈത്തിൽ ഹേമന്ത് സോറൻ BJPയുടെ ഗാംലിയൽ ഹെംബോമിനെ നേരിടും. JMMന്റെ ബസന്ത് സോറിനെതിരെ BJP സുനിൽ സോറിനെ മത്സരിപ്പിച്ച ദുംകയാണ് മറ്റൊരു പ്രധാന സീറ്റ്. JMMന്റെ നിസാമുദ്ദീൻ അൻസാരിക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി മത്സരിക്കുന്നത് ധൻവാറിലാണ്. ഹേമന്ത് സോറന്റെ ഭാര്യയും JMM സ്ഥാനാർത്ഥിയുമായ കൽപ്പന സോറൻ BJPയുടെ മുനിയ ദേവിയോട് ഗാംഠേയ മണ്ഡലത്തിൽ ഏറ്റുമുട്ടും. ഉത്തർപ്രദേശിലെ 9-ഉം പഞ്ചാബിലെ 4-ഉം ഉത്തരാഖണ്ഡിലെ കേദാറിലും നിയമസഭാ സീറ്റുകളിലേക്കാണ് 20-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ഡോക്ടർ സന്ദൂഖ് ഹംബാർഡെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ രവീന്ദ്ര ചവാനെ നേരിടും. കഴിഞ്ഞ ഓഗസ്റ്റ് 26-ന് MP ആയിരുന്ന വസന്ത് ചവാന്റെ നിര്യാണത്തെ തുടർന്നാണ് നന്ദേഡ് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി പങ്കുവെക്കും. മനു, എന്തായാലും ഈ 2 സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോയാൽ രണ്ടിടത്തും BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിടെ മറ്റേ JMMന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ അപ്പോഴും ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലുള്ള ശക്തമായ പോരാട്ടം തന്നെയുണ്ട്. ഫലം അപ്രവചനീയമാണ്, കാരണം അത്രത്തോളം വലിയ മത്സരമാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ എന്ത് സംഭവിക്കും? അടിയൊഴുക്കുകൾ വളരെ പ്രധാനമാണ്. നേരത്തെ ഏറ്റവും ഒടുവിൽ ശരത് പവാറിന്റെ ചിത്രം ഉപയോഗിക്കുന്നത് വിലക്കിയ കോടതി നടപടികൾ പോലും അവിടെ സംഭവിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ അവിടെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി മറ്റു പല ഘടകങ്ങളുണ്ട്. ജാർഖണ്ഡിലും സമാനമായി തന്നെയാണ്. അങ്ങനെ പ്രവചിക്കാനാവാത്ത 2 സംസ്ഥാനങ്ങളല്ലേ പോളിംഗിലേക്ക് നീങ്ങുന്നത്? രഞ്ജിത്ത്, ഈ 2 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യം, ഇത് വലിയ അഭിമാന പോരാട്ടം എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയവും സവിശേഷവുമായ കാര്യം. കാരണം മഹാരാഷ്ട്രയിൽ NCPയും അതുപോലെ ശിവസേനയും രണ്ടായി പിളരുകയും BJPക്കൊപ്പം ചേരുകയും ഒക്കെ ചെയ്ത വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അങ്ങനെ നിൽക്കുന്നു. ഇതിൽ ഏത് വിഭാഗമാണ് ശരി എന്ന ചോദ്യം എല്ലാ ഘട്ടത്തിലും രാഷ്ട്രീയമായി ഉയരുന്നു. അതിന് ഒരു ഉത്തരം എന്ന നിലയിൽ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണണം. മറ്റൊന്ന്, മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രവചനാതീതമാക്കുന്നതിനൊരു വലിയ ഘടകം
അവിടെ നിരവധി വിമതന്മാർ ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ്. വിമതന്മാർ സ്വതന്ത്രന്മാരൊക്കെയായി 7000-ഓളം സ്ഥാനാർത്ഥികളാണ് 288 മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്നത്. ഇവർ ആരുടെയൊക്കെ വോട്ടുകൾ ഏതൊക്കെ തരത്തിൽ ഭിന്നിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ വിജയത്തെയാണ് ബാധിക്കുക എന്നതും അപ്പുറത്തേക്ക് നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ വിമതന്മാരുള്ളത് മഹായുതി സഖ്യത്തിനാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു വലിയ ആശ്വാസത്തിലാണ്. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എല്ലാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടെ കാണുകയും അതിന് ചുക്കാൻ പിടിക്കാനായി അവിടെ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്നൊരു സംഭവവികാസം, അവിടെ നമ്മുടെ മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നവനീത് കൗർ റാണ എന്ന ഒരു നടി, അവർ തെലുങ്കിലാണ് ഏറ്റവും കൂടുതൽ സിനിമയൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അവർ അവിടെ മഹാരാഷ്ട്രയിലെ ഒരു സ്വതന്ത്ര MP ആയിരുന്നു. ഇത്തവണ അവർ BJPക്കൊപ്പം ആണ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പ്രചരണത്തിന് ഖല്ലാറിലെത്തിയപ്പോൾ, അമരാവതി ജില്ലയിലെത്തിയപ്പോൾ അവിടെ അവർക്ക് നേരെ ചില പ്രശ്നങ്ങളുണ്ടായി. കസേര വലിച്ചെറിയുകയും അതുപോലെ ഉള്ള പ്രശ്നങ്ങൾ, അതായത് അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആളുകൾ അവരെ അറ്റാക്ക് ചെയ്തു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഏതായാലും അത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മഹാരാഷ്ട്രയിൽ നിൽക്കുന്നു. അതുപോലെ പ്രചരണത്തിനെത്തുന്ന ആളുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്നതാണ് BJP അവിടെ വലിയൊരു വിഷയമായി ഉയർത്തി കാണിക്കുന്നത്. അതേസമയം മഹാവികാസ് അഘാടി ആകട്ടെ അവരുടെ നേതാക്കളെ തുടർച്ചയായി പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശരത് പവാറിൻ്റെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. അതിനു മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററും ഇതുപോലെ സമാനമായ രീതിയിൽ മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ പരിശോധിച്ചു. ഉദ്ധവ് താക്കറെയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരല്പം ക്ഷുഭിതനായ ആളുകളോട് അവരുടെ പേരും മേൽവിലാസവും അതുപോലെ തസ്തികയും അപ്പോയിൻമെൻറ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനങ്ങൾ പരിശോധിക്കാത്തതെന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. പക്ഷേ ഏതായാലും അമിത്ഷായുടെയും അജിത് പവാറിൻ്റെയും ഹെലികോപ്റ്ററുകളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഒരു വലിയ വിഷയമായി മാറുന്നു. മറ്റൊന്ന്, ഈ ബാരാമതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം പവാർ കുടുംബത്തിൻ്റെ ഒരു സുപ്രധാനമായ കോട്ടയാണ് ഈ ബാരാമതി. അവിടെ യുഗേന്ദർ ജയിക്കുമോ അതോ അജിത് പവാർ ജയിക്കുമോ എന്നത് വലിയ ചോദ്യം. കാരണം യുഗേന്ദറിന് വേണ്ടി പ്രചാരണത്തിന് നേരിട്ട് ശരത് പവാർ ഇറങ്ങുന്നു. കഴിഞ്ഞ ദിവസം ശരത് പവാർ ന്യൂസ് 18-നുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ശരത് പവാർ വ്യക്തമാക്കിയൊരു കാര്യം, ഇനി താൻ സജീവ രാഷ്ട്രീയത്തിലേക്കില്ല, ഏതായാലും രാജ്യസഭാ അംഗം എന്ന നിലയിൽ അങ്ങനെ തുടരും, ജനസേവന രംഗത്തുണ്ടാകുമെന്നാണ്. പക്ഷേ ബാരാമതിയിൽ അജിത് പവാർ പരാജയപ്പെടും എന്ന് ഉറച്ച് പറയുകയാണ് ശരത് പവാർ. അദ്ദേഹം തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ ബാരാമതിയിൽ എന്ത് സംഭവിക്കും എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ ചോദ്യമാണ്. അതോടൊപ്പം നമ്മൾ ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഹേമന്ത് സോറനും കൽപ്പന സോറനും ഒക്കെ ഈ രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആദ്യഘട്ടത്തിൽ ചമ്പൈ സോറനെ പോലുള്ളവർ തെരഞ്ഞെടുപ്പ് നേരിട്ടു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഹേമന്ത് സോറൻ കൽപ്പന സോറനും അവിടെ നേരിടുന്നു. BJP സംബന്ധിച്ചിടത്തോളം ബാബുലാൽ മറാണ്ടിയുടെ വിജയം ഒരു വലിയ പ്രധാന ഘടകമാണ്. ഈ കൊൽഹാൻ മേഖല എന്ന് പറഞ്ഞ് പ്രധാനമായി ഈ ST വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ള ഒരു മേഖലയിൽ അവിടെ ഈ BJP ഒരു കാലത്ത് ശക്തി കേന്ദ്രമായിരുന്നു. അത് പിന്നീട് കഴിഞ്ഞ തവണ അവിടെ JMMന് കുറെ കൂടി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ സാഹചര്യം മാറി അവിടെ വീണ്ടും വരാൻ BJPക്ക് കഴിയുമോ എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നു. ഉത്തർപ്രദേശിൽ 9 സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് സുഖമായി ജയിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. യോഗി ആദിത്യനാഥ് BJPയുടെ ഒരു താരപ്രചാരകനായി മറ്റു മണ്ഡലത്തിലേക്കും പോകുന്ന മറ്റ് 2 സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉത്തർപ്രദേശിൽ വലിയ തോതിൽ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഗാസിയാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും ഉറ്റുനോക്കുന്നു. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഒരിടത്ത് മാറ്റിവെച്ചതുപോലെ പഞ്ചാബിലും മാറ്റിവെച്ചിരുന്നു. കേദാർനാഥിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. അവിടെ ഈ കാലാവസ്ഥാ പ്രശ്നമായിരുന്നു തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ ഒരു കാര്യം. മാത്രമല്ല അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമായി ക്ലബ് ചെയ്തുകൊണ്ട് ഈ കേദാർനാഥിലെ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് അവിടുത്തെ ജില്ലാ ഭരണകൂടം അറിയിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് അത് 20ലേക്ക് നീട്ടിയത്. സിക്കിമിൽ നമുക്കറിയാം നേരത്തെ 2 സ്വതന്ത്ര അവിടെ തെരഞ്ഞെടുപ്പ് ആവശ്യം ഉണ്ടായില്ല. കാരണം എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ ക്രാന്തി മോർച്ചയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ സിക്കിമിലില്ല. 48 മണ്ഡലങ്ങളിൽ 2 തെരഞ്ഞെടുപ്പ് എതിരില്ലാതെ നടന്നു.
ബാക്കിയുള്ള മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ 31 തെരഞ്ഞെടുപ്പ് നടന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പിന്നെ ഒന്ന് പാർലമെന്റ് സീറ്റാണ്. നന്ദേദിൽ പാർലമെന്റ് സീറ്റിലേക്ക് കൂടി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അവിടെയും ഒരു വലിയ പോരാട്ടം നടക്കുന്നു. ഏതായാലും ഇത് ഏക്നാഥ് ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം, അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് മഹാരാഷ്ട്ര അധ്യക്ഷൻ നാനാ പട്ടോളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു പോരാട്ടത്തിലേക്കാണ് അവർ കടക്കുന്നത് എന്നതാണ് ഇതിനെ ഏറ്റവും ശ്രദ്ധേയം. മനു ഭരതാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും രണ്ട് മുന്നണികൾക്കും ഏറെ നിർണായകമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് സ്പീഡ് വാർത്തയിലേക്ക് ഒന്ന് പോകണം. കൃഷ്ണേന്ദു ചേരും ഇടവേളയ്ക്ക് ശേഷം. നമുക്ക് മറ്റ് ചില പ്രധാന വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഹർത്താലിന് വരെ കാരണമായിരുന്നു. അതിലുണ്ടായ സംഘർഷങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇന്നവർ ഇതാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കരുതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പോലീസ് സഹായത്തോടെ CPM തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്നലെ ഹർത്താൽ ആചരിച്ചിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കോൺഗ്രസിന്റെ ഒരു ആരോപണം, ഒരു ആക്ഷേപമാണത്. അത് ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ 10,000-ഓളം വോട്ടർമാരെ, കോൺഗ്രസ് അനുകൂല വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അത് വിജയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ CPM-ഉം വിമതരും മറ്റും അവിടെ ജയിച്ചത്? രഞ്ജിത്ത്, അടിമുടി പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നാണ് കോൺഗ്രസ് ഇന്ന് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു എന്നവർ പറയുന്നു. പോലീസിനെതിരെയും റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും നടപടി ആവശ്യവും ഈ ഹർജിയിൽ ഉണ്ടാവും എന്നാണ് കോൺഗ്രസ് DCC പ്രസിഡന്റ് നേരത്തെ അറിയിച്ചത്. മെഡിക്കൽ കോളേജ് ICPയുടെ നേതൃത്വത്തിൽ പോലീസ് CPM ഈ അതിക്രമങ്ങൾ ചെയ്യുമ്പോൾ അവ കൈയും കെട്ടി നോക്കി നിൽക്കുക മാത്രമാണ്. വ്യാപകമായി സ്ത്രീകൾക്കും മറ്റ് വോട്ടർമാർക്കുമെതിരെ അക്രമങ്ങൾ നടന്നപ്പോഴും അവ ഒന്നും പരാതിയായി പല ഘട്ടങ്ങളിൽ പറഞ്ഞപ്പോഴും അതൊന്നും പരിഗണിച്ചില്ല. വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയ തങ്ങളുടെ വോട്ടർമാരെ അടിച്ചൊടിച്ചിരുന്നു എന്നും ഇവർ പരാതി പറയുന്നു. വ്യാപകമായി കള്ളവോട്ടും അട്ടിമറിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്. എന്നാൽ റിട്ടേണിംഗ് ഓഫീസറുടെ സമക്ഷം ഇക്കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ എത്തിച്ചെങ്കിലും അവയൊന്നും പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല എന്നും അവർ പറയുന്നു. എന്തായാലും 36,000-ലധികം വോട്ടർമാരുള്ളതിൽ 4/1 വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മറ്റുള്ള ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അതിന്റെ മുൻവശത്ത് തമ്പടിച്ചിരുന്ന CPM പ്രവർത്തകർ അടിച്ചോടിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നിഷ്പക്ഷമായി കോടതിയുടെ സാന്നിധ്യത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നടത്തണം. അതായത് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അസാധുവാക്കി മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും 61 വർഷമായി കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്കാണ്. വിമതരുടെ സഹായത്തോടുകൂടിയാണ് CPM ഇപ്പോൾ ഭരണത്തിൽ കയറിയിരിക്കുന്നത്. 7 വിമതരും 4 CPM പ്രവർത്തകരുമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ജയിച്ചിരിക്കുന്ന സാഹചര്യം. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ തർക്കങ്ങളാണ് ഇത്തരത്തിൽ ഒരു വിമതർ തലപൊക്കാൻ ഇടയാക്കുകയും അങ്ങനെ വിമതർ ബാങ്കിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ കാണുന്നതിൽ വിഭിന്നമായി KPCC പ്രസിഡന്റ് പോലും നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും മറ്റ് പ്രമുഖരായ നേതാക്കളൊക്കെ സ്ഥലത്തെത്തി വോട്ട് പിടുത്തം അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു. എന്തായാലും 100 കോടിക്ക് മേൽ ആസ്തിയുള്ള ബാങ്കാണ്. വിവിധ സൂപ്പർ മാർക്കറ്റുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, 7 ശാഖകൾ, നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥലം, അങ്ങനെ വലിയ ആസ്തിയുള്ള ഒരു ബാങ്കാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ആ ബാങ്കിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. മറുവശത്ത് രാഷ്ട്രീയ പ്രചാരണ ആയുധമായി ഇക്കാര്യം ഉപയോഗിക്കുന്നുണ്ട്. ഉടൻ തന്നെ കമ്മീഷൻ ഓഫീസ് മാർച്ച് അടക്കമുള്ളവ വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. ഇന്നലെ നടന്ന ഹർത്താലിൽ വ്യാപകമായ അക്രമങ്ങൾ ജില്ലയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായും നിയമ പോരാട്ടമായും മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി കോൺഗ്രസ് കടക്കുകയാണ് എന്നുള്ളതാണ്. കോൺഗ്രസിന് ഈ തങ്ങളുടെ ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കാനാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കേന്ദ്രവും കേരളവും വയനാടിനെ മറന്നു. ചൂരൽമല ദുരന്തത്തിൽ കാർഷിക മേഖലയ്ക്കുണ്ടായത് കോടികളുടെ നഷ്ടമാണ്. കേന്ദ്രത്തിന്റെ സഹായ പ്രഖ്യാപനം വൈകുന്നത് ഇവർക്ക് നൽകുന്നത് നിരാശയും. ഏലത്തിന് റെക്കോർഡ് വില ഉള്ളപ്പോഴും പുഞ്ചിരിമട്ടത്തെ വനറാണി ഏലം എസ്റ്റേറ്റ് ഉടമകൾക്ക് പങ്കുവെക്കാൻ നഷ്ടക്കണക്ക് മാത്രമാണ് ബാക്കിയുള്ളത്.
കിലോയ്ക്ക് 2500 രൂപയ്ക്ക് മുകളിലാണ് കേരളത്തിൽ ഏലത്തിന് ഇപ്പോഴത്തെ ചുരുങ്ങിയ വില. ജൂലൈ മുതൽ ഫെബ്രുവരി വരെയാണ് ഏലം കൂടുതലായി വിളവെടുക്കുന്ന സമയം. ഈ ഘട്ടത്തിലാണ് വയനാട് പുഞ്ചിരിമട്ടം വനറാണി ഏലം എസ്റ്റേറ്റ് 2 മാസത്തോളം ദുരന്തത്താൽ അടച്ചിടപ്പെട്ടത്. ഏലച്ചെടികളുടെ സംരക്ഷണം മുതൽ വിളവെടുപ്പ് വരെ അവതാളത്തിലായി. ഏറ്റവും മികച്ച വിളവ് കിട്ടേണ്ട സമയത്ത് അടച്ചിട്ടതുകൊണ്ട് എസ്റ്റേറ്റിന് നഷ്ടമായത് 8 ടണ്ണിലധികം ഏലമാണ്. ഇതിന്റെ മൂല്യം 1.5 കോടി രൂപയിലധികം വരും. നമ്മുടെ 15 ഏക്കറോളം സ്ഥലം പോയി. അത് ഏകദേശം ഏല ചെടികളുള്ളത്. അപ്പോൾ ഒരു 10,000 ചെടിയോളം പോയി. അത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് കറണ്ടില്ല. ഇത് വെച്ചാൽ നമുക്ക് പെർമിഷൻ കറണ്ടിൻ്റെ എല്ലാം അവിടെ KCBൻ്റെ ഇത് കട്ടാക്കി അവരിങ്ങോട്ടില്ല ഇപ്പം തരാത്ത അവസ്ഥയാണ്. അപ്പം പ്രോസസ്സിങ് നടക്കുമ്പോൾ കറണ്ട് വേണം. ഇപ്പം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ വേറെ സ്റ്റോറുകളിൽ കൊണ്ടുപോയിട്ടാണ്, ഏല ഉണങ്ങുന്ന സ്റ്റോറിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഉണക്കുന്നത്. അത് നമുക്ക് ഇരട്ടി നഷ്ടമാണ്. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ 5 രൂപ തീരേണ്ടത് 1 കിലോയ്ക്ക് അവിടെ 13 രൂപ വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ്. കൃഷി വകുപ്പ് വന്ന് നോക്കിയിട്ട് അവർ ഓഫീസേഴ്സ് വന്ന് നോക്കി അതിനെക്കുറിച്ച് പിന്നെ നമ്മൾക്ക് ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ ദുരിതത്തിലായ ഒരവസ്ഥ. എത്ര വർഷം? ഞാനിപ്പോൾ 6 വർഷത്തോളമായി. ഈ എസ്റ്റേറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ 45 വർഷത്തോളമായി. അതെ തീർച്ചയായും. അജയ് ഈ കൊല്ലം നല്ല വിലയുള്ള സമയം. അതുപോലെ തന്നെ ക്രോപ്പ് നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിൽ ഭയങ്കര നഷ്ടമായിട്ടാണ്. കടുത്ത നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത്. ദുരന്ത മേഖലയിൽ തന്നെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടെ തോട്ടത്തിലെ പണികൾ നിർത്തേണ്ടതുണ്ട്. 3 മണിയോടെ എല്ലാവരും തിരികെ ചൂരൽമലയിലെത്തണം. 15 ഏക്കറിലധികം ഏലം കൃഷി ചെയ്ത ഭൂമി ഉരുൾപൊട്ടലിൽ ഇല്ലാതെയായി. സർക്കാർ പ്രതിനിധികൾ നഷ്ടത്തിന്റെ കണക്കെല്ലാം രേഖപ്പെടുത്തി പോയത് മാത്രമാണ് ഇതുവരെയുള്ള ഇടപെടൽ. പുഞ്ചിരിമട്ടത്തിന് മുകളിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഞാനീ നിൽക്കുന്ന വനറാണി ഏലം എസ്റ്റേറ്റ്. കോടികളുടെ നഷ്ടമാണ് ഉരുൾപൊട്ടൽ ഈ മേഖലയ്ക്ക് നൽകിയത്. കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമ്പോൾ കാർഷിക മേഖലയിലുണ്ടായ ഇത്തരം നഷ്ടങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് ഈ മേഖലയിലുള്ളവർക്ക് പറയാനുള്ളത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കാട്ടാക്കട പുഴനാട് UP സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് കാലപ്പഴക്കത്തെ തുടർന്ന് തകർന്നു വീണത്. ഇന്റർവെൽ സമയം കുട്ടികൾ കളിക്കുന്ന ഭാഗത്താണ് സ്കൂൾ കെട്ടിടം തകർന്നു വീണത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, എന്താണ് സംഭവിച്ചത്? ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്നത് ആശ്വാസകരമാണ്. രഞ്ജിത്ത്, അവധി ദിവസമായതിനാലാണ് വലിയൊരു അപകടം. കാട്ടാക്കട പൂടനാട് UP സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണപ്പോൾ ഒഴിവായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. ഇന്നലെ മേഖലയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു. അതിനിടെ രാത്രി 8 മണിയോടെയാണ് സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ഉപയോഗശൂന്യമായി കിട്ടുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം നിലംപൊത്തിയത്. ഈ ഭാഗത്തെ കുട്ടികൾ സാധാരണയായി ഇന്റർവെൽ സമയങ്ങളിലും മറ്റും കളിക്കാനായി ഒത്തുകൂടിയിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനൊരു അപകടമുണ്ടായത്. ഈ കെട്ടിടം തൊട്ട് സമീപത്തുള്ള ഒരു കോഴിക്കൂടിന് മുകളിലേക്കാണ് വീണത്. ഇതിനകത്തുണ്ടായിരുന്ന കോഴികൾ മുഴുവൻ ചത്തുപോയി. അത് മാത്രമാണ് ആകെ നാശനഷ്ടം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ അതാകുമായിരുന്നില്ല സ്ഥിതി. എന്തായാലും സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ, അതായത് ഈ പഴകിയ കെട്ടിടത്തിൽ നിന്ന് സമീപത്തേക്ക് കുട്ടികളെ മാറ്റുന്നതടക്കമുള്ള ആ ഭാഗത്തുനിന്ന് കുട്ടികളെ മാറ്റുന്നതടക്കമുള്ള നടപടികളൊക്കെ നേരത്തെ തന്നെ സ്വീകരിച്ചതാണ്. അതിനിടയിലാണ് ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിൽ വൈകിട്ട് 8 മണിയോടെ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സാഹചര്യം ഉണ്ടായത്. ഇന്ന് മേൽ നടപടികൾ സ്വീകരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. KSRTC ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ തൊഴിലാളി സംഘടനയായ TDF ഒക്ടോബർ മാസത്തെ ശമ്പളം നവംബർ പകുതി കഴിഞ്ഞിട്ടും നൽകാത്തതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. ഉദ്യോഗസ്ഥ അഴിമതികളിൽ അന്വേഷണം നടത്തുക, DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് പ്രതിഷേധം. കിഴക്കേക്കോട്ടയിലെ KSRTCയുടെ ചീഫ് ഓഫീസർ
ഉപരോധിച്ചുകൊണ്ടാണ് TDFന്റെ പ്രതിഷേധം ഉണ്ടാവുക. മണിപ്പൂർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതതല യോഗം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ദില്ലിയിലാണ് യോഗം. സംഘർഷത്തിന് അയവ് വരുത്താൻ സാധ്യമായ എല്ലാ സുരക്ഷാ നടപടികളും അടിയന്തരമായി കൈക്കൊള്ളാൻ ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെ അടക്കം ആക്രമണം വ്യാപിച്ച പശ്ചാത്തലത്തിലാണ് കർശന ഇടപെടൽ. സംഘർഷത്തിനിടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. കുക്കി സായുധ സംഘങ്ങൾക്കെതിരെ 24 മണിക്കൂറിനകം നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം കനക്കുമെന്നാണ് മെയ്തേയ് സംഘടനയായ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് മണിപ്പൂർ ഇന്റഗ്രിറ്റിയുടെ മുന്നറിയിപ്പ്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെത്തി. ബ്രസീലിൽ ഇന്ത്യൻ അംബാസഡർ സുരേഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. വിവിധ വിഷയങ്ങളിൽ ലോക നേതാക്കളുമായി ഗുണകരമായ ചർച്ചകൾ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മോദി എക്സിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടക്കമുള്ള ലോക നേതാക്കൾ ഉച്ചകോടിയുടെ ഭാഗമാകും. G20 ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ഗയാനയിലെത്തും. 50 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുക. നേരത്തെ പ്രധാനമന്ത്രി നൈജീരിയൻ പ്രസിഡന്റ് ബാല അഹമ്മദ് ടിനുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ഇന്ത്യൻ സമൂഹവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ഇടവേള ബാബു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിലായിരുന്നു ഇടവേള ബാബുവിനെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസ് കേസെടുത്തത്. കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഇടവേള ബാബു ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് പരിഗണിച്ച കോടതി തുടർ നടപടിക്രമങ്ങൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. സിനിമയിലെ അവസരത്തിനും അമ്മയിലെ അംഗത്വത്തിനും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എന്നായിരുന്നു പരാതി. നമ്മുടെ രാവിലെയിലെ വളരെ വിശേഷപ്പെട്ട ഒരു സെഗ്മെന്റാണ് സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. വിശേഷ അവസരങ്ങൾ പ്രേക്ഷകർക്ക് ന്യൂസ് 18-നൊപ്പം പങ്കുവെക്കാനുള്ള അവസരം. ഇതിൽ ആദ്യത്തേത് ന്യൂസ് 18-ലെ സഹപ്രവർത്തകൻ ഷഫീഖിന്റെ ജന്മദിനമാണ് ഇന്ന്. ഡിജിറ്റൽ വിഭാഗത്തിലെ പ്രധാനിയാണ് ഷഫീഖ്. ഷഫീഖിന് എല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു. അടിപൊളിയാകട്ടെ ഷഫീഖിന്റെ ഇന്നത്തെ ദിവസം എന്നും ആശംസിക്കുന്നു. 4ാം പിറന്നാൾ ആഘോഷിക്കുന്ന ആരൺ ആന്റണി തൃശൂർ കല്ലൂർ സ്വദേശികളായ ആന്റണി ബിജി ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ. ആരൺ ആന്റണിക്ക് എല്ലാ ആശംസകളും നേരുന്നു. അടിച്ചുപൊളിച്ച് പിറന്നാൾ ആഘോഷിക്കുക ആരൺ. ഇത്തരത്തിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും നിങ്ങളുടെ എത്താം. അതിനായി ഞങ്ങളുടെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, പേര്, ഫോൺ നമ്പർ, പിറന്നാളാണോ വിവാഹവാർഷികമാണോ ഏത് വിശേഷ അവസരങ്ങളും നിങ്ങൾക്ക് ന്യൂസ് 18-നൊപ്പം ആഘോഷിക്കാം. പാലക്കാട് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്നത് ഓപ്പറേഷൻ ഹസ്ത എന്ന നിലയിലല്ല. BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചല്ല കോൺഗ്രസിലേക്ക് എത്തുന്നത് എന്നും രാഹുൽ ന്യൂസ് 18-നോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് ഉള്ളത്. ജൈനിമേഡിൽ നിന്നാണ് പ്രചാരണം നടത്തുന്നത്. ഏറ്റവും അവസാന ദിവസം പരമാവധി വീടുകൾ കയറുക എന്നുള്ളതാണ് ഉച്ചയ്ക്ക് കൊട്ടിക്കലാശത്തിന് മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വീടുകൾക്കുള്ളിലേക്ക് കയറിപ്പോലും വോട്ടർമാരെ കണ്ടുകൊണ്ട് വോട്ട് തേടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും ഉള്ളത്. ഇന്നത്തെ ഒരു പ്രതീക്ഷ എങ്ങനെ എന്നൊക്കെയുള്ളത് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. വീടിനുള്ളിലെത്തി ഓരോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നുള്ള വർഷങ്ങളിൽ എത്ര വരെ വരും? പിന്നുള്ള വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020 വെള്ളം ഫുള്ളായിരുന്നു. അകത്തേക്ക് വന്നില്ല, ആ ഉയരം വരെ വന്നു അല്ലേ? അപ്പൊ ഇതിന് ഉയരം കൂടുക വേണ്ടേ ഈ മതിലിന്റെ? ബണ്ട് വലുതാക്കുക വേണ്ടേ? ഈ സൈഡ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കും. വെള്ളം നിന്നിട്ട് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ തൽക്കാലം വെള്ളം ഇങ്ങോട്ട് കയറണ്ട പറഞ്ഞിട്ട് വീട് പോകണ്ട പറഞ്ഞ ഒരു പ്രാവശ്യം പോയതാണ്. ഞങ്ങൾക്ക് കണ്ടമായ നഷ്ടം വന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് കയറണ്ട പറഞ്ഞിട്ട് മതിലിങ്ങനെ കെട്ടിയാണ്. ബണ്ടിന്റെ ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളത്. അറ്റം വരെ കെട്ടാണ്ട്. പക്ഷെ ഓരോരുത്തരുടെ വീട്ടിലെ ബാക്കിൽ അവരുടെ പണം കാരണം അവർ സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു സാധനം
ജനകീയ പ്രശ്നങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രാഹുൽ ജയിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണോ ഇങ്ങനെ എല്ലാ വീടുകളിലും ഇതാണ് പറയുന്നത്? ഞാൻ തുടക്കം തൊട്ട് പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. കാരണം ഇപ്പൊ നിങ്ങള് ഇന്നിപ്പോ വന്നപ്പോ കണ്ടല്ലോ, ഓരോ മനുഷ്യന്മാരും അവരവരുടെ ജീവിത പ്രശ്നമാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ചേച്ചി പറഞ്ഞത് അവർക്ക് വീടില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞത്. അവിടെ വീട് കൊടുക്കാനായിട്ട് റെയിൽവേയുമായി ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ്. അപ്പോൾ വീട് നിർമ്മാണത്തിന് പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു ചേച്ചി പറഞ്ഞ ലൈഫിൽ അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ വരാത്തതിന്റെ പ്രശ്നമാണ്. വേറെ കുറച്ച് ആളുകൾ പറഞ്ഞത് വഴിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ റെയിൽവേയുടെ ഒരു പെർമിഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം 2018 വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ വെള്ളം കയറി. അപ്പൊ അതിന്റെ ഈ പിന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള മതില് ഉയർത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഞാൻ തുടക്കം തൊട്ട് എന്റെ പ്രശ്നം ഇതാണ്. ഞാനല്ലാതെ മാധ്യമങ്ങളോട് എന്തെങ്കിലും അനിഷ്ടം കാണിക്കുന്നതല്ല. എന്റെ പ്രശ്നം നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും ഇവരെ കാണണമല്ലോ. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തായി തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ഇല്ലാണ്ടായി പോകും. അപ്പൊ നമുക്ക് വിവാദങ്ങൾക്ക് എല്ലാം സ്പേസ് കൊടുത്തു. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ പറയുന്നത് രാഹുൽ ജയിക്കുമെന്ന് അവർക്കൊരു ഉറപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ ആയിരിക്കാം. അത് സ്വാഭാവികമായിട്ടും ഇവിടെ മതേതര മുന്നണി ജയിക്കും എന്നും UDFന്റെ ഒരു ഷുവർ സീറ്റ് ആണ് എന്നൊക്കെ അവർക്കൊരു ധാരണയുണ്ടല്ലോ. പിന്നെ അവർ വോട്ട് ചെയ്യാൻ പോകുന്നവരാണല്ലോ. അപ്പൊ അവരുടെ ആ ഒരു താല്പര്യമായിരിക്കാം. ഇന്നും ഇലക്ഷൻ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടോ? കോൺഗ്രസ് വമ്പൻ ഓപ്പറേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇലക്ഷൻ ഓപ്പറേഷൻസ് ഒന്നുമില്ല. ഞങ്ങൾ പരമാവധി ജനങ്ങളെ കാണുക, ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നതിനപ്പുറം മറ്റു അങ്ങനെ ഞങ്ങൾക്ക് വളഞ്ഞ വഴികളില്ല. പിന്നെ ഞങ്ങൾ തുടക്കത്തിൽ ചിലരൊക്കെ വരും എന്ന് പറഞ്ഞിട്ടേ ഇന്നലെയും രാഹുൽ പറഞ്ഞല്ലോ ഇനിയും ചിലർ വരുമെന്ന്. അങ്ങനെ ഉണ്ടോ? ഇന്നുണ്ടോ? അല്ല, അത് വരും എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എന്താ പറയാ ഒരു ഞങ്ങളെന്തോ നടത്തുന്ന നാടകമല്ല. അതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ നിലപാടുകളോടും അടുപ്പുള്ള മറ്റു പാർട്ടിയിലെ ആളുകളുണ്ട്. കാരണം ഈ പാലക്കാടിന്റെ പ്രത്യേകത ഹൈലി സെക്യുലർ ആണ്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള തുറന്ന നിലപാടെടുത്ത ട്രസലാണ്. അപ്പൊ അതിനെ കളങ്കം വരുത്തുന്ന ശ്രമങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്നുണ്ടാകുമ്പോൾ ആ പാർട്ടിക്കകത്ത് തന്നെ ഫൈറ്റ് ഉണ്ടാകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഇലക്ഷൻ ഓറിയന്റഡ് കാര്യമല്ല പറയുന്നത്. ചിലത് പൊളിഞ്ഞു എന്ന് സുരേന്ദ്രൻ ഇന്നലെ പറയുന്നുണ്ട്. ഓപ്പറേഷൻ ഹസ്ത 2.5 കോടി ചെലവാക്കി ഉന്നത നേതാക്കൾ 9 കൌൺസിലർ അത് പൊളിഞ്ഞെന്നൊക്കെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ പറയുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇലക്ഷന് മുന്നേ ഇത്ര പേരെ എത്തിക്കാമെന്ന് പറയുന്ന ഓപ്പറേഷൻ ലോട്ടസ് ഓപ്പറേഷൻ ഹസ്ത എന്നൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാർ. ഓപ്പറേഷൻ ഹസ്ത അങ്ങനല്ല, നമ്മൾ നിലപാടാണ്. ആ നിലപാടിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം. എത്ര ഭൂരിപക്ഷം കിട്ടും? അതോടെ ഞാൻ നമ്പർ പറയുന്നില്ല. എന്തായാലും ഇവരൊക്കെ തരുന്ന സ്നേഹത്തിന് ഒരു ആധികാരികത ഉണ്ടാകും. എന്തായാലും അതാണ് രാഹുലിന്റെ നിലപാട്. ഈ ഓപ്പറേഷൻ ഹസ്ത എന്നൊക്കെ പല കോൺഗ്രസ് നേതാക്കളും പറയുമ്പോൾ അങ്ങനെ ഒരു പേരിലല്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അത്തരം നീക്കങ്ങൾ തുടരുന്നതായും രാഹുൽ സൂചന നൽകുന്നുണ്ട്. പ്രജിത് കോങ്ങാടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് 2-ാം മൈൽ വ്യൂ പോയിന്റും പരിസര പ്രദേശങ്ങളും. മലനിരകളെ പുലുകിയിറങ്ങുന്ന കോടമഞ്ഞും തേയിലച്ചെടികളാൽ പച്ചവിരിച്ച മലഞ്ചെരിവും 2-ാം മൈലിനെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കുന്നു. മൂന്നാറിന്റെ പ്രവേശന കവാടമാണ് 2-ാം മൈൽ. മൂന്നാർ തൊട്ടരികിൽ എത്തിയെന്ന സഞ്ചാരികളെ വിളിച്ചറിയിക്കുന്ന ഭൂപ്രകൃതി. മലനിരകളെ പുൽകിയിറങ്ങുന്ന കോടമഞ്ഞും തേയിലച്ചെടികളാൽ പച്ചവിരിച്ച മലഞ്ചെരിവും 2-ാം മൈലിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കുകയാണ്. മഴ പെയ്താൽ പ്രദേശമാകെ മഞ്ഞുമൂടും. തെളിഞ്ഞ കാലാവസ്ഥയെങ്കിൽ ദൂരേക്ക് പരന്ന കാഴ്ചയൊരുക്കും. മൂന്നാറിലേക്കുള്ള യാത്രയിൽ 2-ാം മൈലിൽ ഇറങ്ങി വിശ്രമിച്ചും ചിത്രങ്ങൾ പകർത്തിയുമൊക്കെയാണ് സഞ്ചാരികൾ യാത്ര തുടരാറ്. മഴ മാറിയതോടെ മൂന്നാർ സഞ്ചാരികളാൽ കൂടുതൽ സജീവമാകുകയാണ്. 2-ാം മൈലും പതിയെ പതിയെ സഞ്ചാരികളുടെ തിരക്കിലമരും. കോടമഞ്ഞ് പുൽകുന്ന 2-ാം മൈലിന്റെ മനോഹര കാഴ്ച സഞ്ചാരികൾക്ക് എത്ര ആസ്വദിച്ചാലും മതിയാകാറില്ല. ന്യൂസ് 18 മൂന്നാർ. നമുക്കിനി ഒരു കൗതുക കാഴ്ചയിലേക്ക് പോകാം. അതായത് പുതുതായി നിർമ്മിച്ച വീട്ടിൽ കുരുവിക്കൂട്ടം കൂടുകൂട്ടിയതോടെ പാലുകാച്ചൽ ചടങ്ങ് ഒരു കുടുംബം മാറ്റിവെച്ചു. പാലക്കാട് തൃത്താല സ്വദേശി മുജീബും കുടുംബവുമാണ് കരുതലിന്റെ കാരുണ്യസ്പർശമായത്. കുരുവിക്കുഞ്ഞുങ്ങൾ പറക്കും വരെയാണ് വീടിന്റെ പാലുകാച്ചൽ അവർ മാറ്റിവെച്ചത്. ഈ സുന്ദര കാഴ്ചയോടെ രാവിലെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ല ദിവസവും ആശംസിക്കുന്നു. നമസ്കാരം.
വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്വപ്നഭവനത്തിലേക്ക് താമസമാക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് കുരുവിക്കൂട്ടം കൂടുവെച്ച് ആദ്യ താമസം തുടങ്ങിയത്. പാലക്കാട് തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ മുജീബിന്റെ പുതിയ വീട്ടിലാണ് ഈ കൗതുകം. കുരുവിമുട്ടയിട്ട് അടയിരിച്ചിരിക്കുന്നതിനാൽ പാല് കാച്ചൽ ചടങ്ങ് മാറ്റിവെച്ചു. ചിറകുമുളച്ച് കൂടുവിട്ട് കുരുവിക്കൂട്ടം പറന്നുയരുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനം. വീടിന്റെ വർക്ക് ഏകദേശം 1 വർഷത്തിന് മേലായി തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ഒരു ഫിനിഷിലാണ് ഉള്ളത്. ഈ മാസം ഇരിക്കാന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന് കാരണമായിട്ടൊരു പക്ഷി വന്ന് കൂട് കൂട്ടിയതിന്റെ പേരിൽ നമ്മൾ തീരുമാനം മാറ്റിയിട്ടുണ്ട്. ഇനി ഇദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നു, അതിന് ശേഷം നമുക്ക് ഡേറ്റാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. മുട്ട വിരിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുഞ്ഞുകുരുവികൾക്ക് ശല്യമാവാതിരിക്കാൻ വീട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചു. വീടിനകത്ത് വയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്വിച്ച് ബോർഡിന്റെ മുകളിലാണ് കുരുവിക്കൂട്ടം കൂടുവച്ചിരിക്കുന്നത്. ന്യൂസ് 18 തൃത്താല.